സ്ത്രീകൾക്ക് നിർഭയമായി കടന്നുവന്ന് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള എല്ലാ സ്വതന്ത്രാവസരങ്ങളും ചലച്ചിത്ര രംഗത്തുണ്ടാവണം. കലാകാരികളുടെ മുൻപിൽ ഒരുവിധ ഉപാധികളും ഉണ്ടാവരുത്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചില പരാതികളുണ്ടായപ്പോൾ സ്ത്രീകളുടേത് മാത്രമായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. സ്ത്രീകളുടെ തൊഴിലവകാശത്തിനും അഭിമാന സംരക്ഷണത്തിനും വേണ്ടി സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളുക തന്നെ ചെയ്യും. CPM പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് VD സതീശൻ്റെ നിലപാട്. ഞാനിവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ACC മുൻ അംഗം സിമി റോസ്ബെൽ ന്യൂസ് 80 നടത്തിയിട്ടുള്ള ചാനൽ അഭിമുഖത്തെ കൃത്യമായിട്ട് കേൾക്കുകയുണ്ടായി. സിനിമയിലെ പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഈ പദം എവിടുന്നാണ് കിട്ടിയതെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് കൃത്യമായി മനസ്സിലായത്. ഇവരുടെ ഇടയിൽ തന്നെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ഈ പവർ ഗ്രൂപ്പ്. സിനിമയെ പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പുണ്ട് എന്നാണ് ഈ സിമി റോസ്ബെല്ലിൻ്റെ അഭിമുഖത്തിൽ പറയുന്നത്. വിവേചനം നടപ്പിലാക്കുന്നത് പവർ ഗ്രൂപ്പാണ്. അവസാനത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പവർ ഗ്രൂപ്പിൽ പ്രതിപക്ഷ നേതാവും ഉണ്ട്. അപ്പോൾ ഈ പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് CPMൻ്റെ ഭാഗമായിട്ട് ആരോപിക്കപ്പെടുന്നത് എന്നത് VD സതീശൻ തന്നെ ഈ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടതിന് ശേഷം വിശദീകരിക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. പിന്നെ ആണെന്നൊക്കെ അറിയട്ടെ, എന്നാലല്ല എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം സിനിമാ മേഖലയിൽ ഉരുണ്ടുകൂടിയ ചോദ്യങ്ങളോട് ഇന്ന് മോഹൻലാൽ പ്രതികരിച്ചിട്ടുണ്ട്. അമ്മ മാത്രമല്ല മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞ മോഹൻലാൽ പല ചോദ്യങ്ങൾക്കും തനിക്ക് ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞു. സിനിമയെ തകർക്കരുത് എന്ന് വൈകാരികമായി അഭ്യർത്ഥിച്ച മോഹൻലാൽ താൻ ഒരു പവർ ഗ്രൂപ്പിലും ഇല്ല എന്നുകൂടി പറഞ്ഞു. സ്ത്രീ സുരക്ഷയ്ക്ക് ഹേമ കമ്മിറ്റി പറഞ്ഞത് പലതും ചെയ്തു തുടങ്ങിയ സർക്കാർ, പരാതികൾ അന്വേഷിക്കാൻ നിയോഗിച്ച സമിതി, MLA എന്നൊരു പരിഗണനയും ആർക്കും നൽകില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. എക്സിക്യൂട്ടീവ് പദവികളിൽ ആരോപണ വിധേയർ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി രാജ്യത്ത് സമാന ആരോപണങ്ങളിൽപ്പെട്ടവർ ആരും MLA MP സ്ഥാനങ്ങൾ രാജിവെച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞാൽ ആരെയും CPM സംരക്ഷിക്കില്ല എന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. CPIMൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ VD സതീശനെ സിമി റോസ്ബെല്ലിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ച് പരിഹസിച്ചു ഗോവിന്ദൻ മാസ്റ്റർ. കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് മാത്രമല്ല സിമി റോസ്ബെൽ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് അതിൻ്റെ ഭാഗമാണ്. കോൺഗ്രസിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമുണ്ടെന്ന് വരെ പറഞ്ഞു സിമി. പവർ ഗ്രൂപ്പാണ് ഇന്നത്തെ തലക്കെട്ട്. പവർ ഗ്രൂപ്പിൻ്റെ പേരിൽ സിനിമയെ പ്രതിരോധത്തിലാക്കുന്ന കോൺഗ്രസിലും പവർ ഗ്രൂപ്പോ? ഈ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ്. അതിഥികൾ: പ്രമുഖ അഭിനേത്രി ഗായത്രി വർഷ, ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ്, കോൺഗ്രസ് വക്താവ് ദീപ അനിൽ എന്നിവർ. ഏറ്റവും ആദ്യം ഗായത്രി വർഷ, പല പ്രതികരണങ്ങൾ ഇന്നത്തെ ദിവസമുണ്ട്. ഈ ദിവസങ്ങളൊക്കെ ഹേമ കമ്മിറ്റി എന്ന പേരിലാണ് പല മാധ്യമങ്ങളിലും ചർച്ച നടക്കുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലേക്ക് ആ ചർച്ചകൾ എത്തിയോ എന്നുള്ളത് വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പ്രതികരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ സിനിമയിൽ പ്രത്യേകിച്ച് അത് ഉറപ്പ് വരുത്തുമെന്ന് ഒന്നുകൂടി ആവർത്തിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. മാറിയിട്ടുണ്ടോ നമ്മുടെ ചർച്ചകൾ, നമ്മുടെ ചുറ്റുപാടുകൾ? സിനിമ പേടി വന്ന് തുടങ്ങിയിട്ടുണ്ടോ ആളുകൾക്ക്?
വലിയ പ്രതികരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ അവരുടെ പാർട്ടിക്കകത്തും പ്രശ്നങ്ങളുണ്ട്. സിനിമയിൽ കേട്ട അതേ വാക്കുകൾ തങ്ങളുടെ പാർട്ടിയിലുണ്ട് എന്നുവരെ പറയുന്നത് കേട്ടു. സിമി റോസ്ബെൽ ജോണിനെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ഗായത്രി വർഷ എന്തു പറയുന്നു? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ചർച്ച, നടപടികളിലേക്കുള്ള കാര്യങ്ങൾ പുറത്തു വന്ന് ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കേട്ടതാണ്. മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഷാ സിനിമകളിലും ഇതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകും. അതേപോലെ പൊതുരംഗത്ത് സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന, ആണും പെണ്ണും ഇടകലർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മളുടെ ചർച്ചയിലൊക്കെ അവിടെ ഇവിടെ തൊട്ടുപോയതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇത് വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്മേലുള്ള ചർച്ചയും അതിന്മേലുള്ള നടപടികളും വന്നപ്പോഴേക്കും സ്ത്രീ സമൂഹത്തിന് പൊതുവായിട്ട് നല്ലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പേസ് ഉണ്ട് ഇവിടെ എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് സ്ത്രീ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്നത് കൂടാതെ തന്നെ ഞാനൊക്കെ പൊതു മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്, പൊതു ഇടങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇന്നിപ്പോൾ ഇതിന് വരുന്നതിന് മുമ്പും ഒരു പൊതു ചർച്ചയിൽ ഒരു പൊതു പുസ്തക പ്രകാശനവും ഒരു കുടുംബ യോഗവും ഉൾപ്പെടെയുള്ളൊരു ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. അവിടെയൊക്കെ സ്ത്രീകൾ വളരെ സജീവമായി ചർച്ചയിലാണ്. അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആങ്കർ ആദ്യം സൂചിപ്പിച്ച്, ഞാനൊന്ന് സാന്ദർഭികമായി അതിലേക്കും പോകാം, സൂചിപ്പിച്ച പോലെ ഇന്ന് മോഹൻലാലിൻ്റെ പ്രതികരണം ഏറ്റവും ദൗർഭാഗ്യകരമായി ഇന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ നിന്ന് ഓഡിയൻസ് ആയിട്ടുള്ള സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത്, കാത്തിരുന്ന് കേൾക്കാം ലാലേട്ടനെ പോലെ. അവർ പറയുന്ന പദം തന്നെയാണ്, ലാലേട്ടനെ പോലെ ഒരാളെ കാത്തിരുന്ന് കേട്ടപ്പോൾ ഭയങ്കര നിരാശാജനകമായി പോയി എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം പറയാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് എനിക്കൊരു സ്പേസ് ഉണ്ട്, എനിക്കൊരു അഭിപ്രായമുണ്ട്, എൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ആളുണ്ട്, അതിന് വിലയുണ്ട് എന്ന് തോന്നുന്ന ഒരിടത്തേക്ക് വളരെ പെട്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീ സമൂഹത്തെ എത്തിച്ചിട്ടുണ്ട്. ആ ഒരു മാറ്റം ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കാത്തിരുന്ന് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ്. എപ്പോഴാണ് ഞങ്ങളെ ഒന്ന് കേൾക്കാൻ ഒരു ഇടമുള്ളത്, ഞങ്ങൾക്കൊന്ന് പറയാനൊരു ഇടമുള്ളത് എന്ന് പറയുന്ന ഒരു വലിയ കൊതിയോടെ നോക്കിയിരുന്ന സ്ത്രീ സമൂഹത്തിന് അതൊരു വലിയ ആശ്വാസമാണ്. സിമിയുടെ വാക്കുകളും ഞാൻ അങ്ങനെയാണ് കേൾക്കുന്നത്. ഒരുപാട് പേർക്ക്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് പേർക്ക് ഇത്തരം അനുഭവങ്ങളുണ്ട്, അത് പറയാൻ വെമ്പിയിരിക്കുന്നുണ്ട്. അതിന് ഈ ഒരു വിഷയത്തിൽ ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് കക്ഷി രാഷ്ട്രീയം കളങ്ങളില്ല. സമൂഹത്തിൻ്റെ സാംസ്കാരിക പൊതു ഇടമാണുള്ളത്. അവിടെ ഇത്തരം അഭിപ്രായങ്ങൾ ഇനിയും നമ്മൾ കേൾക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, തിരിച്ചു വരാം ഗായത്രി വർഷ. ദീപാനിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടികളും ചില മാധ്യമങ്ങളും ഒക്കെ മറന്നുപോയ ഒരു കാര്യമാണിപ്പോൾ ഗായത്രി ഓർമ്മിപ്പിച്ചത്. അതായത് ഈ ഹേമ കമ്മിറ്റിയുടെ വരവോടുകൂടി ഒരു ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഒരു വലിയ മാറ്റവും പ്രതീക്ഷയും ഒരു സമൂഹത്തിന് ഈ കാലം അത്രയും വാതുറക്കാനാകാതെ യെസ് മൂളിക്കൊണ്ട് ഇഷ്ടപ്പെടാതെ പോലും അംഗീകരിച്ച് പോകേണ്ടി വന്ന ഒരു തൊഴിലിടത്തെ സാഹചര്യങ്ങളോട് ഇപ്പോൾ തിരിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരവസ്ഥയുണ്ടായത് ഇവിടെ ഈ റിപ്പോർട്ടിനൊടുവിൽ സംസ്ഥാനത്ത് ഒരു സർക്കാർ, ഒരു മുഖ്യമന്ത്രി ഉൾപ്പെടെ കൊടുക്കുന്ന വലിയ ആത്മവിശ്വാസമാണ് എന്ന തിരിച്ചറിവുണ്ട്. അത് ദീപ അനിലിന് ഇന്നത്തെ ദിവസം വന്ന പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നുണ്ടോ? സ്ത്രീകൾക്ക് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് കുറച്ച് തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട്. അവർക്ക് പറയാനുള്ള, പ്രത്യേകിച്ചും സിനിമാ മേഖലയിലുള്ളവർക്ക് അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് പറയാനുള്ള ഒരു ആർജവം ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്നിട്ട് എന്തായി എന്ന് ഞാൻ ചോദിക്കുകയാണ്. തുറന്നു പറച്ചിലുകളുടെ ബാക്കി പത്രം എന്താണ്? അതിനെന്ത് നടപടിയാണ് ഉണ്ടായത്? ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ആളുകളെ കുറിച്ച് ആരോപണങ്ങൾ വന്നിട്ട് എന്താണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഈ ഗവൺമെന്റും സ്വീകരിച്ച നിലപാട്? അപ്പോ ഇത് ഒരു ഹേമ കമ്മിറ്റി, ഒരു ജസ്റ്റിസ് ഹേമ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി സിനിമാ മേഖലയിലെ ചൂഷണത്തെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച സാഹചര്യം നമുക്കറിയാം.
ഇത് പെട്ടെന്ന് ഗവൺമെന്റിന് ഒരു ഭൂതോദയം ഉണ്ടായി ഇവിടെ നമ്മുടെ സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ പഠിക്കണമെന്ന് തോന്നിയതല്ല. അത്രയും ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു ചലച്ചിത്ര നടിയെ റോഡിൽ വെച്ച് വാഹനത്തിൽ വെച്ച് തട്ടിക്കൊണ്ടുപോവുകയും വാഹനത്തിൽ വെച്ച് തന്നെ പീഡിപ്പിക്കുകയും ചെയ്ത വലിയ ഒരു സംഭവം ഉണ്ടാവുകയും ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ പി.ടി. തോമസ് ഉൾപ്പെടെയുള്ളവർ ആ പീഡിതയായ നടിക്ക് വേണ്ടി നിലകൊള്ളുകയും അത് വലിയ ഒരു വാർത്താ പ്രാധാന്യത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യുകയും WCC എന്ന് പറയുന്ന ഒരു സംഘടന രൂപപ്പെടുകയും സിനിമാ മേഖലയിൽ ഇത്തരം ചൂഷണങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട് എന്ന് അറിയുകയും മുഖ്യമന്ത്രിയെ പലവട്ടം കണ്ട് പറയുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചു. സിനിമാ മേഖലയിലെ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി 7 വർഷം എടുത്ത ഒരു 2019 തോന്നുന്നു ഈ ഒരു ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണെങ്കിൽ 2019 ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് 2 വർഷം കൊണ്ട് അവര് റിപ്പോർട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് 4.5 വർഷം ഗവൺമെന്റ് ഇത് പൂഴ്ത്തിവെച്ചു. ഇതിൽ എന്ത് ഗുണകരമായ സമീപനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്? ഇപ്പോ സ്ത്രീകളുടെ തുറന്നു പറച്ചിൽ വന്നേക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ദീപാനിൽ ഞാൻ 2 കാര്യങ്ങൾ ദീപാനിന്റെ മുമ്പിലേക്ക് വെക്കുന്നു. 2 കാര്യങ്ങൾ ദീപ, ഒരു മിനിറ്റ് കേൾക്കൂ. ഈ MLA മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം ഗവൺമെന്റ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും പറയും ഈ ഗവൺമെന്റ് സ്ത്രീപക്ഷത്ത് നിൽക്കുകയാണ്. ദീപ പറയുന്നത് മുഴുവൻ പ്രേക്ഷകരെ കേൾപ്പിച്ചുകൊണ്ടാണ്. ദീപ, നമുക്ക് അടി കൂടിയിട്ട് കാര്യമില്ല. ദീപ പറയുന്നിടത്ത് ഞാൻ ഇടയ്ക്ക് ഇടപെടുമ്പോൾ ഒന്ന് കേൾക്കൂ. ദീപ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പ്രേക്ഷകരെ കേൾപ്പിച്ചു, ഒന്ന് ഇടപെടുക പോലും ചെയ്തില്ല. അതിനകത്ത് 2 കാര്യങ്ങൾ ദീപ എടുത്തു പറയാൻ ശ്രമിച്ചത്, ഒന്ന്, ഈ സർക്കാർ എന്ത് ചെയ്തു, ഇങ്ങനൊരു കമ്മിറ്റി തനിയെ പൊട്ടിമുളച്ചുണ്ടായതല്ലേ എന്ന് ചോദിക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. തനിയല്ല, അതിനകത്ത് WCCക്ക് പങ്കുണ്ട്, P.T. തോമസിന് പങ്കുണ്ട്, പിന്നെ ബാക്കി പലർക്കും പങ്കുണ്ട്. ഇതുണ്ടാക്കിയ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒന്നും ആ ക്രെഡിറ്റ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം ദീപ അനിൽ പറയാൻ ശ്രമിച്ചത് ഇത് 4.5 വർഷം പൂഴ്ത്തി വെച്ചു എന്നാണ്. ഇതൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ് ഇന്നിപ്പോൾ പ്രതികരണങ്ങൾ വരുന്നത് കണ്ടപ്പോൾ ഗായത്രിയെ പോലെ ഒരു പ്രധാനപ്പെട്ട ചലച്ചിത്ര പ്രവർത്തക ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു കാറ്റ് മാറി വീശിയിരിക്കുന്നു. ഇവിടെ ആളുകൾക്ക്, സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ഒരു കാലാവസ്ഥ ഉണ്ടായി എന്ന് തോന്നിയിട്ടുണ്ട്, ഒരു ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലായിടത്തും പ്രതികരണങ്ങൾക്ക് കാരണമാകാൻ ഇടയുണ്ട്. ഇനി ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല കേൾക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് മാറ്റം. കാലങ്ങളോളം ഒരു മിനിറ്റ് ഗായത്രി എന്താണ് അതിനോട് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചത്? മറ്റൊന്നുമല്ല, നമുക്ക് ദീപ അനിലിൻ്റെ രോഷം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ കണ്ണൂരിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ രാത്രിയിൽ എനിക്ക് ട്രെയിനിൽ ഒരു കോൾ വന്നു. ഞാൻ എറണാകുളത്ത് നിന്ന് SI ആണ്, ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ SI ആണ്. മാഡം ഇപ്പോൾ ഒന്ന് സ്റ്റേഷനിലേക്ക് വരുമോ? അപ്പം പെട്ടെന്നൊരു പോലീസ് SI ആണ് സ്റ്റേഷനിലേക്ക് വരുമോ എന്ന് ചോദിക്കുന്നത് പ്രതികളോട് ചോദിക്കുന്ന പോലെ അത്ര ഒരു എമർജൻസിയിലൊരു ചോദ്യം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ, ഏത് സ്റ്റേഷനിലാണ്? എറണാകുളത്ത് സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഓൾറെഡി ഞാൻ കോട്ടയം കഴിഞ്ഞു. അപ്പോൾ ഹസ്ബൻഡെ ഫോൺ കൊടുത്തു. അപ്പോൾ കോട്ടയം കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ, എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത്, ഇന്നലെ മീനു എന്ന് പറയുന്ന ആക്ട്രസ് മിനിങ്ങാന്ന് രാവിലെ എല്ലാവരുടെയും പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഓരോരോ കേസിലും എല്ലാ നടന്മാരുടെയും പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിലൊരു പരാതിയിൽ ആ കാലത്ത് ഡാ തടിയ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കുകയും ആ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് തന്നെ അവർ മണിയമ്പിള്ള രാജു ചേട്ടൻ അൺഫെയർ ആയിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു എന്നുള്ള ചാനലിനോട് കഴിഞ്ഞ ദിവസം തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവർ സ്റ്റേഷനിൽ കൊണ്ട് ഈ പരാതി കൊടുക്കുമ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിൻ്റെ ബേസിലാണ് ഇന്നലെ എന്നെ വിളിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് നടപടികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ നടപടികൾ നടക്കുന്നതിനെക്കുറിച്ചോ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചോ ആർക്കും പറയാൻ തയ്യാറായില്ല. ഏറ്റവും ക്ഷമാപൂർവ്വം, ഏറ്റവും റെസ്പെക്റ്റോടു കൂടി ഞാൻ പറയട്ടെ, ദീപ പോലും ഇപ്പോഴും ഇതിൻ്റെ കഴിഞ്ഞകാല ചരിത്രം പറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോഴും 2017 നടന്ന സംഭവം, അതിൻ്റെ അപ്പുറം 19 സബ്മിറ്റ്, എല്ലാവരും തുടങ്ങുന്നത് എന്തിനാണ്? 1 മണിക്കൂർ ചർച്ചയുള്ള സമയത്ത് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. മുന്നോട്ട് ഒരുപാട്, ഇന്ന് പ്രത്യേകിച്ചും മോഹൻലാൽ
മോഹൻലാൽ ഇത്തരത്തിൽ ഏറ്റവും നിരുത്തരവാദപരമായിട്ട് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നടൻ പ്രതികരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഞാൻ ആ സമയം കൂടെ പിന്നീട് ദീപയ്ക്ക് തരാം. ഞാൻ ദീപയുടെ സമയം എടുക്കുകയല്ല, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അതിനോട് ചേർത്ത് പറയുകയാണ്. അതും കൂടി ചേർന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നിപ്പോൾ മോഹൻലാൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം. പുള്ളി ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ഞങ്ങൾ അന്യരായിപ്പോയോ എന്നാണ് ചോദിച്ചത്. പക്ഷേ ഇത്രയും വർഷത്തെ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ഇടപെടലിൽ ഇതുപോലൊരു നടൻ, ഇത് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞ് മലയാളി വിളിച്ചിട്ടുള്ളത് മോഹൻലാലിനെയാണെങ്കിൽ ആ മോഹൻലാലിന് ഈ ഒരു വിഷയത്തിൽ ഇത്ര അന്യതാബോധത്തോടു കൂടിയേ പ്രതികരിക്കാൻ ഉണ്ടായിരുന്നുള്ളോ എന്നാണ് മലയാളം ഇന്ന് തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത്. പക്ഷേ അത് നമുക്കിവിടെ വിടാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ ചർച്ചയിൽ ഇന്നിവിടെ പങ്കെടുക്കാൻ കാരണമായിട്ടുള്ളത്. കാരണം മുമ്പോട്ട് വേണം നമുക്ക് ചർച്ച. അദ്ദേഹം പറഞ്ഞത് ഇത് വ്യവസായ മേഖലയാണ്, സിനിമ വ്യവസായ മേഖലയാണ്, അദ്ദേഹം സമ്മതിച്ചു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഒരു വെൽഫെയർ അസോസിയേഷനാണ്, ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഞങ്ങളൊരു ട്രേഡ് യൂണിയൻ അല്ലല്ലോ. ഇതാണ് മോഹൻലാൽ ഇന്ന് നടത്തിയ പ്രതികരണത്തിൻ്റെ രത്നച്ചുരുക്കം. അപ്പോൾ ഇതൊരു വ്യവസായ മേഖലയാണെന്നും ആ വ്യവസായ മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങളും അംഗങ്ങളുടെയും തൊഴിലാളികളുടെയും പ്രശ്ന പരിഹാരത്തിനും ഇത്തരത്തിലുള്ള ലിംഗപദവി സംരക്ഷിക്കുന്നതിനും എല്ലാത്തിനും ഒരു ട്രേഡ് യൂണിയൻ സംവിധാനം സിനിമയിൽ വരണം. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാതെ ഇനിയും കഴിഞ്ഞ കാലത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നിങ്ങളെപ്പോലെയുള്ള സാമൂഹ്യ പ്രബുദ്ധതയുള്ള ആൾക്കാർ, ദീപയെ പോലെ ഇനി കേരളം ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാണുന്ന ഒരു സ്ത്രീ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകൻ, ഞാൻ ഒട്ടും കുറച്ചല്ല പറയുന്നത്, നിങ്ങൾ ഏറ്റവും ബഹുമാനിച്ചിട്ടാണ് പറയുന്നത്, ഇനിയും നിങ്ങൾ ഈ കക്ഷി രാഷ്ട്രീയ കളങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ എടുത്തിടരുത് പ്ലീസ്. തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ സംസാരിക്കാം. ഇതിനൊരു പൊതു മാനദണ്ഡമുണ്ട്. ആ പൊതു മാനദണ്ഡത്തിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ദീപാനിൽ അവിടെ ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ദീപ കേൾക്കൂ. അതെ, ദീപയാണ് പറയേണ്ടത്. ദീപ കേൾക്കൂ. ദീപ, ഞാൻ ഈ പറയുന്നത് നമുക്കിതെല്ലാം കൂടി ചേർത്താണ്, ഇതിനിടയിൽ ഞാൻ കൂടി ഇടപെട്ട് ഒരു അവതാരകൻ എന്നുള്ള നിലയ്ക്ക് പറയുന്നതും കൂടി ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ മുഴുവൻ സ്പിരിറ്റും ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുക. എനിക്കിവിടെ കൂട്ടിച്ചേർക്കാനുള്ളത് ഇത്ര മാത്രമാണ്. ദീപയുടെ സംഘടനയിൽ ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ട് എന്ന് പുറത്തേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. നമുക്കത് എടുത്തു പറയേണ്ടതുണ്ട്. അവിടെ പോലും അതുപോലും മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് പോയി ഒരു ഭാഗത്ത് പ്രശ്നമാണ്, ഒരു ഭാഗത്ത് പ്രശ്നമില്ല, സർക്കാരിൽ മുഴുവൻ കാര്യങ്ങൾ കൊണ്ടുവന്ന് ചാർത്തി വെക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ചർച്ച മുന്നോട്ട് പോയാൽ വെറും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള കോൺഫ്ലിക്റ്റായി മാറും അത്. ഇല്ല, ഞാൻ പറയുന്നത് എന്നെ പറയാൻ അനുവദിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് രണ്ടുപേരും പറയുമ്പോൾ എനിക്കിതിന് മറുപടി പറയാനുള്ള ഒരു അവസരം തന്നാലല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഞാൻ ആദ്യം പറയട്ടെ, ഞാൻ ഇപ്പോഴും ഒരേ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. 4.5 വർഷം ഈ ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നത് ഗവൺമെന്റ് ചെയ്ത ഏറ്റവും വലിയ കുറ്റമാണ്. തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അവതാരകൻ എന്നുള്ളത് എനിക്ക് ഇടപെടേണ്ടി വരും. എനിക്ക് ഇടപെടേണ്ടി വരും. കേൾക്കൂ, ഫാക്ച്വലി തെറ്റാണ്. ഇത് പൂഴ്ത്തി വെച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. എന്തുകൊണ്ടാണ് പൂഴ്ത്തി വെച്ചു എന്ന് പറയുന്നത്? ആര് പൂഴ്ത്തി വെച്ചു? ഇല്ല, ഗവൺമെന്റ് റോളില്ല അതിനകത്ത്. ഗവൺമെന്റ് റോളില്ല. സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ആരാണ് സമ്മർദ്ദത്തിന് വഴങ്ങി പുറത്തുവിട്ടത്? ഇന്ന് മോഹൻലാൽ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ശത്രുക്കളായതെന്ന്. ഞങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ ഒന്നും മോഹൻലാലോ ഈ സിനിമയിലെ ഏത് ഇൻഡസ്ട്രിയിലെ ഒരു നടന്മാരുമോ ഞങ്ങൾക്ക് ശത്രുക്കളല്ല. പക്ഷെ ഈ 15 പേരടങ്ങുന്ന പവർ ഗ്രൂപ്പ് ആരാണെന്ന് നിങ്ങൾ പറയാത്തിടത്തോളം കാലം സിനിമാ മേഖലയിലെ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപി, അങ്ങനെ വേണോ? അങ്ങനെയാണെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് സിനിമയിൽ കേട്ട പവർ ഗ്രൂപ്പിലെ എല്ലാവരെയും അറിയണമെന്ന് പറയുന്നതെങ്കിൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്. വി.ഡി. സതീശൻ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ സിമി റോസ്ബൽ ജോണിനോടും പ്രതികരിക്കണം. അതിന്റെ ഉത്തരവും പറയണം. ഞാൻ ആ സ്ത്രീയോട് ഞാൻ പ്രതികരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കട്ടെ, ഇവർ ഒരു പോസ്റ്റും ഇല്ലാതിരുന്ന ആളാണോ പാർട്ടിയില്? ഇവർ യൂത്ത് കോൺഗ്രസിന്റെ ഇവർ PSC മെമ്പർ വരെ ആയിരുന്ന ആളല്ലേ? ഒരാൾക്ക് തന്നെ എല്ലാം കൊടുക്കണം, അവർക്ക് കൊടുത്തില്ല, മറ്റ് സ്ത്രീകളെ പരിഗണിക്കുകയാണെങ്കിൽ ഉടനെ അവിടെ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്. എന്ത് പവർ ഗ്രൂപ്പിന്റെ പിൻബലത്തിലാണ് സിമി റോസ്ബൽ ജോണ് AICC മെമ്പർ ആയത്?
അങ്ങനെ ഒരു പവർ ഗ്രൂപ്പിന്റെ അല്ല അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഇതുപോലുള്ള പ്രശ്നമുണ്ട്. ഒറ്റ മിനിറ്റ് കേൾക്കൂ ദീപാനിൽ, ഒറ്റ മിനിറ്റ് കേൾക്കൂ ദയവായി കേൾക്കൂ. ഇത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. ദയവായി കേൾക്കൂ. ഈ പറയുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടെന്നും അവിടെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം, പവർ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് മാത്രം മുകളിലേക്ക് എത്താൻ പറ്റാതെ പോയ കുറേ ആളുകളുണ്ടെന്നും അവരുടെ വോയിസുകൾ എൻ്റെ കയ്യിലുണ്ടെന്നും ചിലരൊക്കെ വന്ന് പറയുന്നുണ്ട്, കേട്ടോളൂ എന്ന് പറഞ്ഞു. അല്ല, നമുക്ക് പറയാം. ഇന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ സിനിമയിൽ കേൾക്കൂ ദീപ, ഒറ്റ മിനിറ്റ് ദീപ, സിനിമയിൽ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അതെല്ലാം നമുക്ക് കേൾക്കണം. ഇവിടെ വരുമ്പോൾ മാത്രം നമുക്കത് പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഞാൻ സിനിമയും രാഷ്ട്രീയവും രണ്ടാണ്. സിനിമ ഒരു തൊഴിലിടമാണ്, രാഷ്ട്രീയം എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് എന്നുള്ള കാര്യം ഞാൻ കൈരളി ചാനലുകാരോട് പറഞ്ഞു തരേണ്ട വേണം. സിനിമ ഒരു കലയാണെന്നാണ് പലരും പറയുന്നത്. സിനിമ ഒരു തൊഴിലിടമായിട്ട് കാണാത്തവരുണ്ട്. അതൊരു കലാമേഖലയാണ്. അവിടെ പാഷനോട് കൂടി വരുന്ന ആളുകളുണ്ട്. രാഷ്ട്രീയത്തിൽ പാഷനോട് കൂടി വരുന്നവരുണ്ട്. അവിടെ ഉപജീവനത്തിനാണ് ആളുകൾ പോകുന്നത് സിനിമയിൽ. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഗായത്രി ഒറ്റ മിനിറ്റ്, ഒറ്റ സെക്കൻഡിൽ അതിന് ഉത്തരം പറയണം. അവിടെ അങ്ങനെയുള്ളവർ മാത്രമേ ഉള്ളൂ, തൊഴിലായിട്ട് കാണുന്നവർ മാത്രമേ ഉള്ളൂ. എനിക്ക് സിനിമ തൊഴിലല്ല. ഉദാഹരണം ഇവിടെ തന്നെ ഉണ്ട്. എന്തുകൊണ്ടുകൂടി ഞാൻ പറയാം, ഒരു തൊഴിലിടമായിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ഗ്യാരണ്ടി ഇന്ന് വരെ സിനിമയ്ക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇപ്പൊ ഗായത്രിയുടെ വായിൽ നിന്ന് തന്നെ വീണു മോഹൻലാൽ പറഞ്ഞു ഇറ്റ്സ് ആൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു. ഇറ്റ്സ് ആൻ ഇൻഡസ്ട്രി എന്ന് അതിനോട് യോജിക്കുകയല്ല അവിടെ ഗായത്രി ചെയ്തത്. നിൽക്കുന്നതാണ്. അല്ല, ഞാൻ തീർച്ചയായിട്ടും അതിനോട് യോജിക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ ലാൽ പ്ലീസ് എൻ്റെ വിയോജനം അറിയിക്കട്ടെ. ഞാൻ അതിനോട് യോജിക്കുകയാണ്. കാരണം സിനിമ തീർച്ചയായിട്ടും വ്യവസായ മേഖലയാണ്, തൊഴിലിടമാണ്. അതിൻ്റെ സെക്യൂരിറ്റി എല്ലാം അവിടെ വേണം. അതവിടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇത്ര കാലം പണിയെടുത്ത് എനിക്ക് എൻ്റെ ജീവസന്ധാരണത്തിനുള്ള ഒരു തൊഴിലിടമായി മാറിയിട്ടില്ല സിനിമ എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരുന്നത്. അത് മാറണം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെയൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടിയൊക്കെ നമുക്ക് അതിന്റെ ഒരു അർത്ഥവ്യാപ്തിയിൽ സംസാരിക്കാൻ നമുക്ക് ഇത്രേ ഉള്ളൂ. അല്ലല്ല, സ്കിപ്പ് ചെയ്യല്ല ദീപ, നമുക്ക് ഇത്രേ ഉള്ളൂ പ്രശ്നം. നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ അതൊരു തൊഴിലിടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാനാകുമോ? ഞാൻ ചോദിക്കട്ടെ, ഈ പാർട്ടിയിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുത്തിട്ടാണ് ഈ ഒരാൾ പറയുന്നത് ഇവിടെ പവർ ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോ തഴയപ്പെട്ടു എന്ന്. അപ്പൊ ഇവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയിരുന്നപ്പോ ഇവർ PSC അംഗവും AICC അംഗവും ഇവിടെ മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും ഒക്കെ ആയത് ആ പവർ ഗ്രൂപ്പിന്റെ പിന്തുണയിലാണോ? അങ്ങനെയാണോ? എനിക്കറിയില്ല. അത് നിങ്ങൾ ചോദിക്കണമായിരുന്നു. ഞാൻ അവരോട് ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കാം. ഞാൻ നോക്കട്ടെ. മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ ശ്രീലാൽ, ഞാൻ KSU മുതൽ ഈ പ്രസ്ഥാനത്തിലുള്ള ഒരാളാണ്. ഞാൻ NSS കോളേജ് നിലമേല് ഞാൻ പ്രീ ഡിഗ്രിക്ക് വനിതാ റെപ്രസെന്റേറ്റീവ് മത്സരിക്കുമ്പോ എന്റെ കൂടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി മത്സരിച്ച ഒരു SFI-കാരി ഉണ്ടായിരുന്നു, സഖാവ് ഗീനാകുമാരി അനുഭവിച്ച പോലത്തെ കഷ്ടപ്പാടുകൾ ഞാൻ എന്റെ കണ്ണിന്റെ മുന്നിൽ അന്ന് കണ്ടിട്ടുള്ളതാണ്. അവർക്ക് കിട്ടിയ മർദ്ദനങ്ങളും മറ്റും ഇത്രയധികം അനുഭവിച്ച് ഒരു രക്തസാക്ഷിയെ പോലെയായ ആ സ്ത്രീക്ക് CPM-ൽ നിന്ന് LDF-ൽ നിന്ന് എന്താണ് കിട്ടിയത്? എന്താണ് അവർ പരാതി പറഞ്ഞോ? ഗീനാകുമാരിക്ക് പരാതി എന്താണ്? ഗീനാകുമാരി നല്ല രീതിയിൽ ജീവിക്കുന്നു, അവർ നല്ല രീതിയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നു, ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗീനാകുമാരി സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലയിലോ സംസ്ഥാന. പക്ഷെ നിങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെയല്ല. എനിക്കറിയില്ല നിങ്ങളുടെ പാർട്ടിയിൽ പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. ദീപ, നിങ്ങളുടെ പാർട്ടിയിൽ പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ പവർ ഗ്രൂപ്പ് ഉണ്ട്, അവിടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്, അവിടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നു. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടത് അച്ചടക്കമാണ്. അച്ചടക്കമില്ലാതെ പാർട്ടിയെ പൊതു ഇടങ്ങളിൽ 2, 3, 4 തവണ കരിവാരി തേച്ചത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഇവര് ഒരാളുടെ വാക്കിനാണ് നിങ്ങൾ വില കൊടുക്കുന്നത്. ഇന്ന് സിനിമയിൽ നിന്നുള്ള വാക്കുകൾ നമ്മൾ കേട്ടു, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള വാക്കുകൾ കേട്ടു. ദീപ, ഞാൻ വരാം. ദീപ, നമ്മളിങ്ങനെ ഒച്ച വെച്ചതുകൊണ്ട് കാര്യമില്ല. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ സമാധാനത്തോട് പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. ശരി, ഞാൻ വരാം. ദീപ അനിലിലേക്ക് വരാം. അത് മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കേട്ടോട്ടെ. ദീപ അനിൽ പറയുന്നതും കേൾക്കട്ടെ. റെജി ലൂക്കോസ്, ഇപ്പോൾ
ദീപ അനിൽ പറഞ്ഞതും കേട്ടു, ഗായത്രി പറഞ്ഞതും കേട്ടു, ഇന്ന് മോഹൻലാൽ പറഞ്ഞത് നമ്മൾ കേട്ടു, മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടു, ഗോവിന്ദമാഷ് പറഞ്ഞത് കേട്ടു, VD സതീശൻ പറയുന്നത് കേട്ടു, സിമി റോസ്ബെൽ ജോൺ പറയുന്നത് കേട്ടു. നമ്മൾ ഹേമ കമ്മിറ്റിക്ക് ശേഷം വരുന്ന പ്രതികരണങ്ങളിൽ കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ന് തോന്നിയ ഒരു ദിവസം ഇന്ന് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. റെജി ലൂക്കോസ് ചർച്ചയുടെ ഈ ഘട്ടത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു? ഡോക്ടർ ലാല് പറഞ്ഞത് 100% ശരിയാണ്. അതായത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് കേരളത്തിലെ സ്ത്രീജനങ്ങൾ. സ്ത്രീ ശാക്തീകരണത്തിലും സ്ത്രീ മുന്നേറ്റത്തിലും ഒരു പരിധിവരെ രാജ്യത്തിനുപരിയായിട്ട് അന്തർദേശീയ തലങ്ങളിൽ തന്നെ ഇപ്പം നമ്മുടെ പല സ്ത്രീ കൂട്ടായ്മകളെക്കുറിച്ചും യുണൈറ്റഡ് നേഷൻസിൽ പോലും ചർച്ചകൾ വന്നിട്ടുണ്ട്, പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കേരളം കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് സർക്കാരിൻ്റെ ആർജവം കൊണ്ട് മാത്രം ഹേമ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ റിപ്പോർട്ടിൻ്റെ കുറേ ഭാഗങ്ങൾ വെച്ച് ബാക്കിയെല്ലാം പുറത്തു വന്നപ്പോൾ ഇതുവരെ കേരളം ഒരിക്കലും കേട്ടുകേൾവി പോലില്ലാത്ത തങ്ങൾക്ക് അനുഭവിച്ച പീഡനങ്ങളുമായിട്ട് വനിതാ നടിമാരും സാങ്കേതിക പ്രവർത്തനത്തിൽ കുറേ ആളുകളും പലർക്കും പേര് സഹിതം വെളിപ്പെടുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് വന്നു. ആ ഒരു ധൈര്യം, അതിനാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണത്തിന് വലിയ സംഭാവന കേരളം വീണ്ടും ചരിത്രത്തിൻ്റെ രേഖകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്നത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സിനിമയിൽ തങ്ങൾക്ക് ഒറ്റപ്പെട്ട ശബ്ദമായിട്ട് നിൽക്കാൻ പാടില്ലാത്തൊരു ഗതികേടിൻ്റെ പുറത്ത് സിനിമയിൽ നിന്നിരുന്ന സ്ത്രീകൾ സധൈര്യം പുറത്തു വന്നതോടൊപ്പം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അതിൻ്റെ അനുരണനങ്ങൾ അതേപടി തന്നെ ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, CPM-നകത്ത് പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ VD സതീശൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു നിസ്സാരക്കാരിയല്ലാത്തൊരു വനിതാ നേതാവ് ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന്, ആരാണവർ അതുകൂടെ പറയാം. സിമി റോസ്ബെൽ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ദേശീയ നേതാവായിരുന്ന കാലത്ത് തന്നെ KSUയിലൂടെ വന്ന ഒരു നേതാവാണ്. അവർ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു, മഹിളാ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു, കേരളത്തിലെ PSC മെമ്പറായിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ദീപ അനിൽ പറഞ്ഞ് അവർക്കൊരു പദവി കിട്ടി, പിന്നെ എന്തിനാ അവർ വരണമെന്ന് ചോദിച്ചു. അപ്പോൾ കോൺഗ്രസിന് എത്ര ഒരു ലിമിറ്റഡ് ഏജ് ഉണ്ടോ, ഇത്ര ഏജ് കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളവരും എനിക്കറിയത്തില്ല. അവർ പറഞ്ഞ 3 കാര്യങ്ങൾ കേരളം ഞെട്ടിക്കൊണ്ടാണ് കേട്ടെ. ഇത്രയ്ക്കും വലിയ വാർത്താ പ്രാധാന്യം നേടിയൊരു ദിവസം ഇന്ന് സിമി റോസ്ബെലിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് കേരളം ഭയാനകമായ രീതിയിൽ കണ്ടു. വനിതകൾ സിനിമയിൽ നിന്ന് വെളിപ്പെടുത്തിയതിന് തുല്യമായ രീതിയിൽ വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. അവർ പറഞ്ഞ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നവർക്ക് മാത്രമേ കോൺഗ്രസിൽ നേതൃപദവിയിലേക്കും പദവികളിൽ ലഭിക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പവർ ഗ്രൂപ്പുണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്ന സാക്ഷാൽ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞു. അതുപോലെ പ്രതിപക്ഷ നേതാവ് അവരുടെ മുഖത്ത് നോക്കി അവരെ ആക്ഷേപിച്ചെന്ന് പറഞ്ഞു. PSC മെമ്പറായാലല്ലേ നിങ്ങൾ വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. കൂടാതെ കണ്ട് അവർ പേരെടുത്ത് പറഞ്ഞ കുറേ ആളുകളുടെ പേരുണ്ട്, അതൊന്നും ഞാനിവിടെ വലിച്ചടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കേരളം അത് മുഴുവൻ കേട്ട് കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 3 പേർക്ക് ഈ കോൺഗ്രസ് പാർട്ടിയിൽ 3 വനിതകൾക്ക് പീഡനങ്ങൾ ഏറ്റതിൻ്റെ റെക്കോർഡ്, വോയിസ് റെക്കോർഡ് സഹിതം തെളിവ് സഹിതം എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ ലാൽ നമുക്ക് ഉറപ്പിക്കാം, നാളെ മുതൽ സിനിമയിൽ നിന്നും പുറത്തു വന്ന സ്ത്രീ ശബ്ദങ്ങൾക്ക് തുല്യമായ ശബ്ദങ്ങൾ കോൺഗ്രസിൽ നിന്ന് നാളെ മുതൽ പുറത്തു വരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മേൽ വിരൽ ചൂണ്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ദീപ അനിലിനെ പോലെ കോൺഗ്രസ്സുകാർ ഇവിടെ സംസാരിക്കുമ്പോൾ ദയവായി നിങ്ങൾ സംസാരിക്കാതിരിക്കൂ. ദീപ അനിൽ രാഷ്ട്രീയത്തിന്റെ കണക്ക് പറയല്ലേ, സ്ത്രീകളുടെ രാഷ്ട്രീയത്തിൽ പറയല്ലേ, ദയവായി നിൽക്കൂ. ദയവായി കക്ഷി രാഷ്ട്രീയം ഒരാൾ സംസാരിക്കുമ്പോൾ സംസാരിപ്പിക്കാതിരിക്കുക എന്നുള്ള നിങ്ങളുടെ തന്ത്രം ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കറിയാം, സ്ത്രീകളുടെ വേദനയാണ് നമ്മൾ കൂടെ അവരുടെ ശബ്ദം മ്യൂട്ട് ചെയ്യാൻ പറയൂ. അവർ വെറുതെ ശബ്ദമലിനം ഉണ്ടാക്കുക. ദയവായി ദീപ സ്ത്രീകളുടെ കൂടെ നിൽക്കൂ, സ്ത്രീകളുടെ കൂടെ നിൽക്കൂ. കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാണ് സംസാരിക്കാൻ പറയൂ. പറയൂ റെജി. അവരോട് നിശബ്ദമായിരിക്കാൻ പറയൂ. ഇത്ര ബഹുമാനിയായ ഒരു സ്ത്രീയല്ലേ. ഞാൻ പറഞ്ഞു വരട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയിരിക്കട്ടെ. ഇവിടെ അല്ലല്ല നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ പറയരുത്. ജനാധിപത്യ എല്ലാവരുടെയും കാര്യം പറയാനുള്ള അവകാശമുണ്ട്. അല്ലല്ല ഇൻടോളറൻസിന്റെ കാര്യമൊന്നും പറയണ്ട. ഇല്ല നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ദയവായി നമുക്ക് ഇന്നത്തെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിൽ കക്ഷി രാഷ്ട്രീയം ദയവായി കൊണ്ടുവരാൻ നിൽക്കൂ. ദയവായി ദീപ അനിൽ റെജി ലൂക്കോസ് പൂർത്തിയാക്കട്ടെ. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. പറയൂ റെജി ലൂക്കോസ്. ഞാനൊന്ന് പൂർത്തിയായിരിക്കട്ടെ മാഡം. നിങ്ങൾ ഇന്നലകളിലെ കാര്യമൊക്കെ പറയാതെ ഞാനൊന്ന് പൂർത്തിയായിരിക്കട്ടെ. എനിക്കത് പറയാനുള്ള ജനാധിപത്യ അവകാശമുണ്ട്. ഇവിടെ ഗായത്രി വർഷയ്ക്കുണ്ട് അതിൻ്റെ അവകാശങ്ങൾ.
ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയിൽ വനിതകളുടെ ഒരു പൊട്ടിത്തെറി ആരംഭിച്ചിരിക്കുന്നു. അതാണ് ഈ ഹേമ കമ്മിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സിമി റോസ്വെൽ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകൾ അതിന്ന് കേരളത്തിന് മുമ്പിലുണ്ട്. വളരെ ഭയാനകമായ വസ്തുതകളാണ് പറഞ്ഞിരിക്കുന്നത്. കീഴ്പ്പെടാൻ അല്ലെങ്കിൽ എന്താ പറയുക, കീഴ്പ്പെടാൻ തയ്യാറാകാത്ത സ്ത്രീകൾക്ക് കോൺഗ്രസിന് നേതൃത്വത്തിലേക്ക് വരാൻ പാടില്ല, പദവികൾ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അതേ രീതിയിലുള്ള പീഡനങ്ങളാണ്. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറയുന്നു ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക്. ഇവരുടെ പ്രതിപക്ഷ നേതാവിന്റെ പേര് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, എനിക്കത് പറയാൻ പാടില്ലേ? ദീപാനിൽ അല്ല, ക്ഷമിക്കണം, സിമി റോസ്വെൽ പറഞ്ഞിരിക്കുന്നത് ഞാനായിട്ട് പറഞ്ഞതല്ല. ഇതൊന്ന് കേരളത്തിലെ ചാനലുകളിലും മാധ്യമങ്ങളും മുഴുവൻ പുറത്തുവിട്ട വസ്തുതകളാണ്. അവർ സധൈര്യം പറഞ്ഞിരിക്കുന്നു. അവർ നിസ്സാരക്കാരി രാഷ്ട്രീയ പ്രവർത്തകരല്ല. അവര് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് മാരാരിപ്പുറത്തുനിന്ന്. അല്ലെ, ദയവായിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് പറയുന്ന മറുപടി പറയുന്നില്ല. യു പ്ലീസ് ഒരു മാന്യത കാണിക്കും ചർച്ചയിൽ. നിങ്ങൾക്ക് എന്തിനാണ് ബുദ്ധിമുട്ട്? ഞാൻ അവര് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ദീപാനിൽ എന്തിനാണ് ഇതുപോലെ വിഷമിക്കുന്നത്? എനിക്കൊരു വിഷമവുമില്ല. അല്ല, അത് നിങ്ങൾ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. ദയവായിട്ട് നിങ്ങൾ ശാന്തയാവൂ. ഇല്ലാത്ത കാര്യം താങ്കൾ ബഹളം ഉണ്ടാക്കുന്നവരും താങ്കളുടെ പാർട്ടിക്കാണ് അതിന്റെ ക്ഷീണം. നിശബ്ദമായിട്ട് അത് നിങ്ങളുടെ അവസരത്തിൽ കണ്ണിക്കൂ. അല്ല, അങ്ങയുടെ അല്ല മാഡം, നിങ്ങളുടെ അവസരത്തിൽ കണ്ണിച്ചോളൂ. നിങ്ങൾ സംസാരിപ്പിക്കാതിരിക്കാൻ പറഞ്ഞാൽ ഞാൻ സംസാരിക്കും. ഇനി നിങ്ങൾ തുടങ്ങിയ ഞാൻ സംസാരിച്ചു കൊടുക്കും. ദയവായിട്ട് നിങ്ങളുടെ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് പ്ലീസ്. ഐ റിക്വസ്റ്റ് യു. ഞങ്ങള് പിന്നെന്തിനാ നിങ്ങൾ ഞാൻ പറയുമ്പോൾ സംസാരിക്കുന്നത്? ഞാൻ പറയുമ്പോൾ നിങ്ങൾ ദയവായിട്ട് നിശബ്ദയായിട്ടിരിക്കൂ. ഞാൻ നിങ്ങൾ പറയുമ്പോൾ എന്റെ അരമണിക്കൂർ ഒരക്ഷരം പോലും മിണ്ടാതെ ഞാനിവിടെ ഇരുന്ന ഒരാളാണ്. നിങ്ങൾ പറഞ്ഞത് കേട്ടോണ്ട്. കാരണം ബഹുമാനരായ രണ്ട് വനിതകളായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു, രണ്ടുപേരുടെ കൂടി. ഗായത്രി വർഷയൊക്കെ എത്ര ശാന്തമായിട്ടാണ് സംസാരിച്ചവര്. അവരുടെ കാര്യം വളരെ വ്യക്തമായിട്ട് പാർട്ടിയുടെ ഒരു നയം എടുക്കുന്നതാണ് എനിക്ക് തോന്നിയത്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെന്ന് വിഡ്ഢികളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദീപാനിലെ ദയവായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയാം. നമുക്ക് ഇത്തരം വാക്കുകൾ വിഡ്ഢികളാക്കാതിരിക്കൂ. റെജി ലൂക്കോസ്, എനിക്ക് അറിയേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. ഡോക്ടർ ലാലോ പറഞ്ഞ കാര്യങ്ങളല്ല. ഒറ്റ കാര്യം റെജി ലൂക്കോസ്, അതായത് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന്, പാർട്ടി തൊഴിലിടമല്ലാത്തത് കൊണ്ട് അവിടെ ഈ കാര്യങ്ങൾ സിനിമയുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ടെന്ന് നേരത്തെ ദീപാനിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? അവിടുത്തെ കാര്യങ്ങൾ അറിയണ്ടേ ജനങ്ങൾ? അല്ല, ഇത് ജനാധിപത്യ രാജ്യമല്ലേ, ഇത് ഏകാധിപത്യമൊന്നുമല്ലോ. ഈ കേരളം എന്ന് പറയുന്നത് അല്ലെ ഇന്ത്യ എന്ന് പറയുന്നത്, അത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തങ്ങൾ ഇങ്ങനത്തെ വേദനകൾ അനുഭവിക്കുന്നു. കാസ്റ്റിംഗ് കൗച്ചുണ്ട്, പവർ ഗ്രൂപ്പുണ്ട്, നേതാവ് പ്രതിപക്ഷ നേതാവാണ്. ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് വരണമെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട വരും. ഇതേ വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ള പരാതികളാണ് നമ്മുടെ വനിതാ നടിമാരിവിടെ പറഞ്ഞത്. അത് ആവർത്തിക്കുന്നു. കോൺഗ്രസിലെ സമന്വിതയായിട്ടുള്ള നേതാവ്, ഈ രാജ്യം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള നേതാവാണ്. ഞാനതാണ് രാജീവ് ഗാന്ധിയുടെ കാലം മുതലേ ദേശീയ തലത്തിൽ പ്രവർത്തിച്ച ഒരു വനിതയാണ് കോൺഗ്രസിൽ. കോൺഗ്രസിന്റെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നേതാക്കന്മാരൊരാളാണ്. അവർ പറയുന്ന ഇത്ര യാഥാർത്ഥ്യങ്ങൾ കേരളത്തിൽ ഒരു കാരണവശാലും സംസാരിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ദീപാനിൽ എങ്ങനെ സാധിക്കുന്നു? ദീപാനിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് സിമി റോസ്ബെൽ ജോണിനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഈ ചർച്ചയിലേക്ക് സിമി റോസ്ബെൽ ജോണിനെ വിളിക്കണം എന്ന് വിചാരിച്ചിരുന്നതല്ല. പക്ഷെ ദീപാനിൽ തന്നെ അത് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ സിമി റോസ്ബെൽ ജോണിനെ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. സിമി റോസ്ബെൽ ജോൺ ഇപ്പോൾ ഈ ചർച്ചയിൽ ചേർന്നിട്ടുണ്ട്. സിമി, നിങ്ങൾക്ക് PSC മെമ്പർ സ്ഥാനം, വേറെ എന്തൊക്കെയോ പദവികളൊക്കെ കോൺഗ്രസിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? കിട്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാണെന്നാണോ പുള്ളിക്കാരത്തി പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കാം. ഇനിയിപ്പോ എന്റെ ചോദ്യങ്ങളോട് ഏറ്റുമുട്ടായിരിക്കും. സിമി റോസ്ബെൽ ജോൺ തന്നെ വന്നല്ലോ. ദീപാനിൽ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വക്താവാണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. കോൺഗ്രസിന്റെ വക്താവായ ദീപാനിലുള്ള ഈ സംശയം എങ്ങനെയാണ് സിമി റോസ്ബെൽ ജോൺ ഇപ്പൊ തീർക്കുക? ദീപാനിലുള്ള എല്ലാ ബഹുമാനത്തോടുകൂടി പറയട്ടെ, ദീപാനിൽ വിദേശ മലയാളിയായിരുന്നു. എന്നാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കേരളത്തിലേക്ക് വന്നതെന്നും അത് വിദേശത്തായിരുന്നല്ലോ. ഞാൻ വിദേശത്തായിരുന്നപ്പോഴും ഇവിടുത്തെ ഞങ്ങളുടെ കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫ്രണ്ട് ഓർഗനൈസേഷൻ ആയിരുന്ന എന്ന് പറയുന്ന ദീപാനിൽ ദയവായി ഒരു സ്ത്രീക്കുള്ള വേദന അവർ തുറന്നു പറയാൻ തയ്യാറാകുമ്പോൾ ഞാൻ അതിന് അവസരം കൊടുത്തിരിക്കുകയാണ്. സിമി റോസ്ബെൽ ജോൺ നിങ്ങളുടെ പാർട്ടിയിൽ പീഡനം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാധ്യമങ്ങളിലേക്ക് വന്നതാണ്.
വേറെയും അതുപോലെ അനുഭവിക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞതാണ്. അവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ദയവായി അത് കേൾക്കൂ. അല്ല, അവരെന്നോട് ചോദിച്ചതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അത് ഓരോ വാക്കിനുമല്ല ദയവായി നമ്മളിത് റോഡിൽ നിന്ന് സംസാരിക്കുകയല്ല, ഇത് ആളുകൾ കേൾക്കുന്നതാണ്. ദയവായി ഞാൻ പറഞ്ഞു മറുപടി പറയാലോ. എന്നെ പറയാൻ അനുവദിക്കാതെ മറുപടി പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാവും. സിമി പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ 35 വർഷം 3.5 പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ചിട്ട് ഇവിടെ ഒരുപാട് പാർലമെന്റ് എലക്ഷൻസ് വന്നിരുന്നു, ബൈ എലക്ഷൻസ് വന്നിരുന്നു, പിന്നീട് വീണ്ടും തെരഞ്ഞെടുപ്പുകൾ വന്നിരുന്നു. പുറത്തുനിന്ന് കാൻഡിഡേറ്റ്സിനെ ഇറക്കുമതി ചെയ്തോണെന്ന് കതറിട്ടിട്ട് ഇതൊക്കെ കണ്ടും കേട്ടിട്ടും ഞാൻ ഇതിന്റെ അകത്ത് നിശബ്ദമായിട്ട് നിന്നതാണ്. ശ്രീ ലൂക്കോസിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഞാൻ ഈ രാജീവ് ഗാന്ധിനെ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും മഹാത്മാഗാന്ധി സർവകലാശാല സെനറ്റ് അംഗവും ആയിരിക്കുമ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡൽഹിയിലാണ്. എന്റെ കോളേജിൽ ഉണ്ടായിരുന്ന ബർണ സിംറ്റെ. ഞാൻ അവരുടെ ഒപ്പം പോയിട്ട് രാജീവ് ഗാന്ധിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്താണ്. രാജീവ്ജിയോട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 33% വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഞാൻ നിവേദനം കൊടുത്ത ഒരാളാണ്. അതുകൊണ്ട് ദീപാനിൽ എന്നെ പൊളിറ്റിക്സ് ഒന്നും പഠിപ്പിക്കണ്ട. ദീപാനിൽ ഞാൻ പറഞ്ഞോട്ടെ, പറയാൻ അനുവദിക്കാം. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തരുത്, ദയവായി ഭീഷണിപ്പെടുത്തരുത്. ഒരു വേദന അനുഭവിക്കുന്ന സ്ത്രീക്ക് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ദയവായി അതുപോലെ എനിക്കില്ലേ ഉണ്ട്. ദീപയ്ക്ക് വേദന ഉണ്ടെങ്കിൽ ഞാനത് കേൾപ്പിക്കാം. ദീപയ്ക്ക് പറയാനുള്ള വേദനകൾ കേൾപ്പിക്കാം. പക്ഷെ ഇപ്പൊ ഇവിടെ സിമിക്കാണ് പരാതി. സംസാരിക്കാൻ പോലും സമയമില്ല, കാരണം അത്രയും തിരക്കുണ്ട് എനിക്ക്. ഒറ്റ മിനിറ്റ് സിമി. ദീപ ദയവായി എനിക്കത് കേൾപ്പിക്കണം. സിമി പറയുന്നത് കേൾപ്പിക്കണം. ദീപ പറഞ്ഞിട്ടാണ് ഞാൻ സിമിയെ ക്ഷണിച്ചത്. ദയവായി അച്ചടക്കം വേണം. പ്രവർത്തിച്ചു വന്നവർക്കുള്ള ഒരു മര്യാദയുണ്ട്, അതൊന്ന് പാലിക്കും. ശരി, സിമി ഞാൻ സിമിയോടാണ് ചോദിക്കുന്നത്. ഞാൻ സിമി റോസ്ബെലിനോടാണ് ചോദിക്കുന്നത്. ദയവായി ദീപ താങ്കൾക്ക് കേട്ടോണ്ടിരിക്കാം. ഞാൻ താങ്കളോട് ചോദിക്കുമ്പോൾ മാത്രം പറയുക. ദയവായി ദയവായി മറ്റുള്ള ആളുകളെയും പ്രേക്ഷകരെയും ദയവായി ഇങ്ങനെ മോശക്കാരാക്കരുത്. ദയവായി ഒറ്റ മിനിറ്റ് ദീപ അത് മ്യൂട്ട് ചെയ്യൂ. സിമിയോടാണ് ചോദിക്കുന്നത്. ദീപയെ മ്യൂട്ട് ചെയ്തു. എനിക്ക് കമ്പാരിസൺ ഇല്ല. കാരണം ഈ KSU യൂത്ത് കോൺഗ്രസിലൂടെ പെട്ടെന്ന് ഇങ്ങനെ ലീഡേഴ്സായി വിദേശത്ത് ഇങ്ങനെ ഒത്തിരി ഇതൊക്കെ ആയുമ്പോഴേ അവർക്കൊന്നും സാമാന്യ മര്യാദകൾ പറയാനോ പ്രവർത്തിക്കാനോ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ചലച്ച് എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അല്ല, ഒറ്റ മിനിറ്റ് സിമി എനിക്ക് എന്റെ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇന്ന് സിമി റോസ്ബെൽ ജോൺ കുറെ വാക്കുകൾ ഉപയോഗിച്ചത്? നമ്മൾ സിനിമയിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും മാത്രം കണ്ട വാക്കുകളാണ്. അഡ്ജസ്റ്റ്മെന്റ് പോളിറ്റിക്സ്, അതുപോലെ പവർ ഗ്രൂപ്പ്, ഇതൊക്കെ കോൺഗ്രസിലുണ്ട് എന്ന് പറയുമ്പോൾ അതിന് തെളിവ് വേണം, അല്ലെങ്കിൽ അതിന് കാരണം വേണം. അതല്ലാതെ നമുക്ക് ആരെയും അപമാനിക്കാൻ ഉദ്ദേശമില്ലല്ലോ. പറയാമോ എന്താണെന്ന്? അല്ല, ഞാൻ എപ്പോഴും ഐ നെവർ സ്പീക്ക് ബാഡ് അബൌട്ട് അതേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതോ ചൂഷണം എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഒരു ഇന്റർവ്യൂവിലും എന്റെ മാന്യത വിട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നോട് പരാതി പറഞ്ഞവരുണ്ട്, അവരുടെ റെക്കോർഡിംഗ് എന്റെ കയ്യിലുണ്ട്. ഞാൻ അവരായിട്ട് നടത്തിയ സംഭാഷണം നേരിട്ടും ഫോണിലൂടെയും ഉള്ളത്. അത് സമയം വരുമ്പോൾ ഞാൻ വെളിപ്പെടുത്താം. ഞാൻ പറയുന്നത് ഞാനൊക്കെ വളരെ നല്ല ട്രാക്ക് റെക്കോർഡ് കൂടി ഏറ്റവും താഴെത്തട്ടിൽ KSUന്റെ യൂണിറ്റ് ഭാരവാഹിയായിട്ട്, കൾച്ചറൽ ഫോറത്തിന്റെ കൺവീനറായിട്ട്, മഹാത്മാഗാന്ധി സർവകലാശാലയിലെ തുടർച്ചയായി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. കോളേജിൽ ചേർന്ന ഉടനെ തന്നെ PT തോമസ് കണ്ടെത്തിയതാണ് ഞങ്ങളെല്ലാം. അല്ല, ഞങ്ങളെല്ലാം ഇതിനു വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ല. രാഷ്ട്രീയത്തിലൂടെ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി വന്നവരല്ല. ഞങ്ങളുടെ കഴിവും പ്രാഗൽഭ്യവും നേതൃത്വ പാഠവും കണ്ട് ഞങ്ങളൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെയൊക്കെ പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും സഹായിക്കാനും ഉള്ളതാണ്. അല്ലാതെ സ്ത്രീ വിരുദ്ധമായിട്ടല്ല ഞങ്ങളൊക്കെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ പെട്ടെന്ന് ഇങ്ങനെ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അസഹിഷ്ണുത ഉണ്ടാവും. അതെന്റെ കുറ്റമല്ല എന്ന് ഞാൻ ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എന്റെ ട്രാക്ക് റെക്കോർഡിനെ ഒന്നും ചോദ്യം ചെയ്യേണ്ട. ഇവിടെ നിരവധി തവണ അസംബ്ലിയും പാർലമെന്റും നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ.
അല്ലാതെ എനിക്ക് ഇങ്ങനെ കെട്ടി തൂക്കി നൂലിയിൽ ഇറക്കിക്കൊണ്ടുവന്ന ലീഡറൊന്നും അല്ല. ഞങ്ങളൊക്കെ ഒരിക്കലും റിബലായിട്ട് മത്സരിച്ചിട്ടില്ല, നോമിനേഷൻ പോലും കൊടുത്തിട്ടില്ല, ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ മത്സരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളുകളൊക്കെ ഇന്ന് വലിയ പദവിയിൽ ഇരിക്കുവാണ്. അപ്പൊ ഇതൊന്നും ഞാൻ എന്റെ പാർട്ടിക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു എളിയ പ്രവർത്തകയാണ് ഞാൻ. പിന്നെ എനിക്ക് PSC തന്നു, അതാണോ ദീപയ്ക്ക് വലിയ സങ്കടം? 3.5 പതിറ്റാണ്ടത്തെ കഷ്ടപ്പാടും ത്യാഗവുമാണ് അതിന്റെ പിന്നില്. അല്ലാണ്ട് എന്റെ സൗന്ദര്യം കണ്ടിട്ട് തന്ന പോസ്റ്റ് അല്ല അത് ദീപ മനസ്സിലാക്കാം. അങ്ങനെ സൗന്ദര്യം കൊണ്ട് പോസ്റ്റ് നേടിയ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ കണക്കാക്കാം. അല്ല, അങ്ങനെയുണ്ടോ? അങ്ങനെ കോൺഗ്രസിൽ സൗന്ദര്യം കൊണ്ട് പോസ്റ്റുകൾ നേടുന്നവരുണ്ടോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? താങ്കൾ ഓരോരുത്തരുടെ ട്രാക്ക് റെക്കോർഡ്, താങ്കൾ ഒരു പത്രപ്രവർത്തകനാണല്ലോ, താങ്കൾ ഒരു ആങ്കറാണ്, താങ്കൾ ഒരു ന്യൂസ് റീഡറാണ്. താങ്കൾ ആലോചിക്കുക. ഇപ്പൊ ശ്രീ ലൂക്കോസ് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ, റെജി ലൂക്കോസ് പറഞ്ഞല്ലോ, എന്റെ ട്രാക്ക് റെക്കോർഡ് അറിയുന്ന ഒരാളാണ് അദ്ദേഹം. ഇടതുപക്ഷത്താണെങ്കിലും ആ ഒരു ആദരവോട് കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് കോൺഗ്രസിലെ എനിക്കറിയാം, എനിക്ക് സിമി റോസ്ബെൽ ജോണിനെ അറിയാം. ഞാനത് റെജി ലൂക്കോസ് പറഞ്ഞതൊക്കെ അംഗീകരിക്കുന്നു. ഈ വിദേശ മലയാളി പറയുന്നതായിട്ട് എന്നെ കമ്പയർ ചെയ്യരുത്. എന്റെയൊക്കെ ഞങ്ങളൊക്കെ പ്യുവർലി മെറിറ്റ് ആണ്, മെറിറ്റ് ഓറിയന്റഡ് പൊളിറ്റിക്സ് ആണ് ഞങ്ങളുടെയൊക്കെ. അതെന്താണ് ഈ ദീപാനിൽ എന്ന് പറയുന്നത്? ഈ പറയുന്ന ഏതെങ്കിലും നേതാക്കളുടെ ഒപ്പം ഈ പറഞ്ഞ പോലെ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായി വന്നു എന്നാണോ താങ്കൾ ഇങ്ങനെ പറയുന്ന? അല്ല, ഞാൻ ഈ ദീപാനിലിനെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ചു ജില്ലാ പഞ്ചായത്ത്. അപ്പോഴാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് വിദേശത്തു നിന്ന് ഇങ്ങോട്ട് വന്നു എന്നുള്ളത്. അതല്ലാതെ പിന്നെ ഇപ്പൊ സ്പോക്സ് പേഴ്സൺ ആയിട്ട് ഞാൻ TV കാണുന്നുണ്ട്. അല്ലാതെ എനിക്ക് അവരോട് യാതൊരു വിരോധവും ഇല്ല, വ്യക്തിപരമായിട്ട് ഒരു അടുപ്പവും ഇല്ല. അത് ഞാൻ തുറന്നു. പക്ഷെ എന്റെ അടുത്ത് ഇങ്ങനെ എന്റെ അടുത്ത് എന്താ പോരിന് വരുന്ന പോലെയാണ് ഇങ്ങോട്ട് ഫൈറ്ററായിട്ട് വരുന്നത്. മനസ്സിലായി? എനിക്ക് ഒന്നാമത് ഞാൻ ഇന്ന് വളരെ ടയർഡാണ്, എനിക്ക് ഒട്ടും സമയമില്ല. എന്നിട്ട് പോലും ഞാൻ ഒരു മര്യാദ കാണിച്ച് ഞാൻ ഈ സൂം മീറ്റിങ്ങിന് വന്നാണ്. അപ്പൊ തിരിച്ചും എന്നോട് ആ ഒരു മര്യാദ കാണിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോ ആരൊക്കെയാണ് ആ പവർ ഗ്രൂപ്പിലുള്ളത്? സിമി റോസ്ബെൽ പവർ ഗ്രൂപ്പ് ഒന്നും നിഷേധിക്കില്ല. എന്നോട് മോശമായ ആളുകളെ കുറിച്ച് ഞാൻ KPCC പ്രസിഡന്റിനോട് പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നോട് വീട്ടിലിരിക്കാൻ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് രാജ്യസഭയും ലോക്സഭയും അസംബ്ലിയും ഒന്നും തന്നിട്ടല്ലല്ലോ. ഞാനും ഒരുപാട് ഈ പാർട്ടിക്ക് വേണ്ടി പറഞ്ഞത്. വിദേശത്ത് നിന്ന് വന്നവർക്കൊക്കെ സീറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടിയാണിത്. മനസ്സിലായോ? 42 വർഷക്കാലം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. ജമീല ഇബ്രാഹിം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാ റോസക്കുട്ടി ടീച്ചർ, പത്മജ, രാഷ്ട്രീയ സംഘം പത്മജ വേണുഗോപാൽ, ഷാനിമോൾ ഉസ്മാൻ, അങ്ങനെ നിരവധി ആളുകളുണ്ട്. അപ്പോ അവരോടൊന്നും കാണിക്കാത്തതൊക്കെ ചില ആളുകളോടൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അവരൊക്കെ യൂത്ത് കോൺഗ്രസിൽ ഒരു വോട്ട് കിട്ടിയ ആളുകളൊക്കെയാണ്, അല്ലാണ്ട് വലിയ ജനപിന്തുണയുള്ള നേതാക്കളൊന്നും അല്ല. ജനപിന്തുണയുള്ള നേതാക്കളാണെങ്കിൽ നമ്മള് ജില്ലാ കൗൺസിൽ എന്റെ റെക്കോർഡ് മെജോറിറ്റി കൊച്ചിൻ കോർപ്പറേഷന്റെ 28 ഡിവിഷൻ ഇന്ന് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. അത് ഫെമീനയിലുണ്ട്, ഫെമീന മാഗസിൻ നോക്കിയാലുണ്ട്, BBC-യിലുണ്ട്. അപ്പൊ എന്റെ ട്രാക്ക് റെക്കോർഡിന്റെ പരിശുദ്ധി ഒന്നും ആരും അളക്കണ്ട. അത് എന്താ പറയാ, അത്രയ്ക്കും അതിൽ ക്രെഡിബിലിറ്റി ഉണ്ട്. സിമി റോസ്ബെൽ ജോൺ ഇങ്ങനെ മുകളിലേക്ക് വരണ്ട എന്ന് തീരുമാനിക്കാൻ ആരൊക്കെയാണ് ഇടപെട്ടത് എന്ന് ചില ആളുകളുടെ പേരുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് എന്താണ്? കാരണം ഞാനല്ലല്ലോ ആ പേര് പറഞ്ഞത്. KPCC പ്രസിഡന്റ് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെന്റെ കയ്യിൽ റെക്കോർഡായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്നെ പ്രവർത്തിക്കാൻ VD സതീശന്റെ ജില്ലയാണ്. VD സതീശൻ തീരുമാനിക്കുന്ന അവിടെ നടക്കൂടെന്ന്. അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്നേക്കാൾ മുമ്പ് AICC മെമ്പർ ആയ ആളാണല്ലോ ഞാൻ. എന്റെ മെറിറ്റിനെ കുറിച്ചൊക്കെ എന്നോട് പറയണ്ട. വളരെ കുഞ്ഞിലെ എന്നെ അദ്ദേഹം മോളെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. എന്നോടൊന്നും പറയണ്ട, എനിക്കറിയാം. ഇന്ന് ഈ KPCC ഇരിക്കാൻ ഏറ്റവും അർഹത ഉള്ള ഒരു സീനിയർ ലീഡർ ആണെന്ന് തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമോ രമേശിയോ ഉമ്മൻചാണ്ടിയോ ഒന്നും എന്റെ ക്രൈറ്റീരിയോ അല്ലെങ്കിൽ എന്റെ മെറിറ്റോ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും എന്നെ സൈഡ് ലൈൻ ചെയ്തു. എനിക്ക് യൂത്ത് കമ്മീഷനാണ് എഴുതി തന്നത്. കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ KPCC പ്രസിഡന്റ് ലെറ്റർ കൊടുത്തു. അത് തടഞ്ഞ ആരൊക്കെയാണ് രമേശിയോട് ചോദിച്ചാൽ പറഞ്ഞുതരും. അത് രമേശിയോട് ചോദിക്കുക. അതിപ്പോ കഴിഞ്ഞൊരു കാര്യമാണല്ലോ. അതിനുശേഷമാണ് എനിക്ക് ഒരു ഭരണഘടനാ പദവി കിട്ടിയത്. അതുകൊണ്ട് ഒരു സ്ഥലത്തും എത്താത്ത വിധത്തില് എന്നെ കുറെ കാലമായി എന്നെ സൈഡ് ലൈൻ ചെയ്യുന്നത്. അത് എന്റെ കമ്മ്യൂണിറ്റി പോലും അല്ലാത്ത ഒരു ലീഡർ. അതാണ് ഏറ്റവും വലിയ രസം. ഞാൻ അദ്ദേഹത്തെക്കാൾ കൂടുതൽ യൂത്ത് കോൺഗ്രസിലെ സ്റ്റേറ്റ് ലെവലില് 2 സംസ്ഥാന പ്രസിഡന്റ്മാരുടെ ഒപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്നു നീണ്ട 18 വർഷം. ഞങ്ങളൊക്കെ പണിയെടുത്തിട്ടാണ് ഇതിന്റെ അകത്ത് വന്നത്. കഷ്ടപ്പെട്ട് കേരളം മുഴുവൻ ഓടി സിമി റോസ്ബെൽ ജോണിന് മാത്രമുള്ള പ്രശ്നമാണോ അതോ ഒരുപാട് സ്ത്രീകൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടോ കോൺഗ്രസിൽ?
ഞാൻ പറയട്ടെ, കേരള സർവകലാശാലയുടെ വൈസ് ചെയർമാനായിട്ട് നന്ദാവനം ക്യാമ്പില് അതിക്രൂരമായി പോലീസ് തല്ലിച്ചതച്ച് ഇഷ്ടി കൊണ്ട് തലക്കടിച്ച് ഇന്നും ഒരു കുഞ്ഞിന് ജന്മം നൽകാത്ത ഒരു സ്ത്രീ പാർട്ടിയിലുണ്ട്, സുജ, KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. അവരൊക്കെ എവിടെയാണിപ്പോ? ഇങ്ങനെ ഓരോരുത്തരെ കെട്ടി ഇറക്കുവല്ലേ. അവരൊക്കെ എവിടെ? ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് വേദനകൾ. ഇന്നും മാതൃത്വം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് പോലീസ് പൂട്ടിയിട്ട് ചവിട്ടിയിട്ട്. അവരുടെ വീട്ടിലെ കാര്യത്തിന് വേണ്ടിയല്ല, നന്ദാവനം പോലീസ് ക്യാമ്പില് പ്രീ ഡിഗ്രി ബോർഡ് സമരത്തിന് വേണ്ടിയാണ് അവരൊക്കെ പാർട്ടിയുടെ രക്തസാക്ഷികളായത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സുജ. അതുകൊണ്ട് നിങ്ങൾ ഈ കഷ്ടപ്പാടും ത്യാഗവും അനുഭവിച്ചവരെയൊക്കെ അവരെയൊക്കെ ഒന്നും നിസ്സാരവൽക്കരിക്കരുത്. നിങ്ങളൊന്നും അവരെ ബഹുമാനിക്കേണ്ട, പക്ഷെ അവരെ ഒന്നും ഇവരൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് പറയുമോ, അതോ ഇവർക്ക് പേടിയുണ്ടോ കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ? ഞങ്ങളുടെ കാലത്ത് പ്രവർത്തിച്ച ആളുകള് എപ്പോഴും നിർഭയരായിരുന്നു. എല്ലാവരും നല്ല അന്തസ്സോടും ആഭിജാത്യത്തോടു കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതാ. അസംബ്ലിയിൽ വന്നിട്ടില്ല, പാർലമെന്റിൽ വന്നിട്ടില്ല, ശരിയായിരിക്കാം, രാജ്യസഭയും കിട്ടിയിട്ടില്ല. പക്ഷെ അവരൊക്കെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുക. അവരൊക്കെ ഒരു കോളേജ് ഇലക്ഷന് മാത്രമല്ല അവരൊക്കെ ജയിക്കുന്നത്. സുജ ജില്ലാ കൗൺസിൽ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ റെക്കോർഡ് മജോറിറ്റി ജയിച്ചതാണ്. അതുപോലെയാണ് ഞാനും എറണാകുളത്ത് ജയിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് തന്ന അസംബ്ലി സീറ്റ് എവിടെയാണ് തന്നത്? 9 പഞ്ചായത്തും CPMന്റെ കോട്ടയാണ്. ആ മാരാരിക്കുളത്ത് ഡോക്ടർ തോമസ് ഐസക്കിനെതിരെയാണ് എനിക്ക് തന്നത്. എന്നിട്ട് പോലും അവിടെ 35,000 വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു ആ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്. എന്നിട്ട് പോലും ഞാൻ അവിടെ നല്ല ഗംഭീരമായ ഒരു പ്രകടനം നടത്തി 17,000 വോട്ടാക്കി അത് കുറച്ചു. ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രോഗ്രാമിന് ഞാൻ പോയിട്ടുണ്ട്. ഈ സിമി റോസ്ബെൽ ജോണിനെയൊക്കെ മാരാരിക്കുളത്തൊക്കെ കൊണ്ടുപോയി കുരുതി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നതിന് കാരണം എന്താണ്? ഞാൻ പറയട്ടെ, ഈ പാർട്ടിയിൽ നിന്ന് വേദനയോടെ പോയ ആളുകളുണ്ട്. ലതിക സുഭാഷ് സന്തോഷത്തോടെ ഈ പാർട്ടിയിൽ നിന്ന് പോയതാണ്. ആകെ കൂടി കൊടുത്തിട്ടുള്ളത് മലമ്പുഴ സീറ്റാണ്. അച്യുതാനന്ദനോട് മത്സരിച്ച് എങ്ങനെ ജയിക്കാനാണ്? ആ സ്ത്രീക്കൊക്കെ രാജ്യസഭ പോയിട്ടേ ഒരു ജയിക്കാവുന്ന ഒരു സീറ്റ് കിട്ടിയില്ല. ജില്ലാ പഞ്ചായത്ത് വന്നിട്ടുണ്ട്. അത് ആരോ പരിഹസിക്കുന്നുണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തിന്റെ കാറ് കിട്ടിയില്ലേന്ന് പരിഹസിക്കുന്നുണ്ടായിരുന്നു ഈ ലതിക ചേച്ചിയൊക്കെ ഞങ്ങൾക്കൊക്കെ തന്നിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നാലുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ പരിപാടി മുഖ്യമന്ത്രി വന്നില്ലെങ്കിൽ ഉടനെ ഉദ്ഘാടനം നമ്മളെ കൊണ്ട് ചെയ്യിക്കും. മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി. ഞങ്ങളുടെയൊക്കെ പോസ്റ്റിനെ അസൂയ ഇല്ലാതെ ബഹുമാനിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് അവര്. അതുപോലെ പത്മജ വേണുഗോപാല് രാഷ്ട്രീയകാര്യ സമിതിയാണ്. ഞങ്ങളെയൊക്കെ മക്കളെ പോലെ കല്യാണിക്കുട്ടിയമ്മ മരിച്ചതിന് ശേഷം എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയതാണ്. പലപ്പോഴും എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, തോമസ് മാഷിനോട് അടക്കം. എന്റെ പാർലമെന്റിലൊക്കെ പുറത്തുനിന്ന് കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ മത്സരിക്കാൻ അവസരം നിശ്ചയിക്കും. എന്നിട്ട് പോലും ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കും. നമ്മൾ ഡൽഹിയിൽ പോയാലും നയൻ കൃഷ്ണമേനോൻ മാർഗിലാണ് കേന്ദ്ര മന്ത്രിയായിരുന്ന അവരുടെ പിതാവ്, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ ലീഡർ, മുഖ്യമന്ത്രിയായിരുന്ന. അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ വളരെ പ്രൊട്ടക്ഷനിലും ഞങ്ങളൊക്കെ അന്തസ്സോടും ആഭിജാത്യത്തോടും കൂടി രാഷ്ട്രീയ പ്രവർത്തനം. ദയവായി താങ്കൾ വളരെ മഹനീയമായ രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്, എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. രാജീവ് ഗാന്ധിയൊക്കെ വന്നപ്പോൾ അങ്ങയുടെ പടമൊക്കെ പത്രങ്ങളിലൊക്കെ വന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊക്കെ ആ കാലഘട്ടത്തിൽ ഉള്ള ആളുകളുടെ പ്രവർത്തനമൊക്കെ നമുക്ക് ഇപ്പോഴും ചൂണ്ടിക്കാട്ടാം ആളുകളെയൊക്കെ. സിമി, അവരൊക്കെ ഞാൻ ചോദിക്കട്ടെ, വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു റോസക്കുട്ടി ടീച്ചർ എവിടെ? മറ്റേ ശോഭന ജോർജ് MLA ആയിരുന്നു, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, അവരെവിടെയാണ്? ഷഹീദ കമാൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു, അവരെവിടെയാണ്? അതുപോലെ എത്രയോ പേര്. സുജ ഇന്നെവിടെയാണ്? നമ്മുടെ പത്മജ ചേച്ചി ഇന്നെവിടെയാണ്? രണ്ട് വാക്കുകൾ താങ്കളുടെ അഭിമുഖത്തിൽ ഉപയോഗിച്ചാൽ, ഒന്ന് ഈ കാസ്റ്റിംഗ് കൗച്ച്, രണ്ട് ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം, ഇതൊക്കെ വലിയ അർത്ഥമുണ്ട്. അതൊക്കെ പറയാൻ പറ്റുന്നതാണോ ഇവിടെ? അല്ല, ഞാൻ കാസ്റ്റിംഗ് കൗച്ച് എന്നൊരു വേർഡ് ഉപയോഗിച്ചിട്ടില്ല, അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു വേർഡ് ഉപയോഗിച്ചിട്ടില്ല. അത് രണ്ടും ഞാൻ നിഷേധിക്കുന്നു. ഞാൻ മാന്യതയുടെ ഭാഷയിൽ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്, നന്ദകുമാറിന്റെ വെല്ലുവിളി, മറ്റേ ഉമാ തോമസിനെ തൊപ്പിക്കാൻ വേണ്ടി നടന്നില്ലേ, അതിന്റെ സ്ക്രീൻഷോട്ട് ഇല്ലേ, അതിനൊരു മാനനഷ്ട കേസ് കൊടുക്കാൻ പറ്റി കൊടുക്കാത്തതാണല്ലോ ഇപ്പൊ മീഡിയ സെല്ലിന്റെ ചെയർപേഴ്സൺ. അപ്പൊ അതിനെതിരെ ഒരു നിയമ നടപടി എന്തെങ്കിലും എടുക്കാൻ പറയും. ഒരു പാർട്ടിയുടെ ഒരു കാൻഡിഡേറ്റിനെ തൊപ്പിക്കാൻ വേണ്ടി നടന്നിട്ട് റിബലായി മത്സരിച്ച് പാർട്ടിയിൽ നിന്ന് നേരത്തെ പോയ പ്രവർത്തന പാരമ്പര്യം ഉണ്ടല്ലോ. അപ്പൊ ഇതും കൂടി ചേർത്തിട്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറയാം. ഇത്തരം ആളുകളെയൊക്കെ ഈ കോൺഗ്രസ് പാർട്ടി എന്റെയും കൂടിയാണല്ലോ, അല്ലാതെ ഇവരുടെ മാത്രം സ്വന്തം അല്ലല്ലോ.
ഞാനും ഈ അല്ല, പ്രസ്ഥാനത്തിന് വി എം ഇതിനൊരു സുധീരൻ കാരണം പറഞ്ഞ വേണമല്ലോ, ഇതിന്റെ ഇതിനൊരു ഒരു കാരണം വേണമല്ലോ. കാരണമാണല്ലോ. സിമി റോസ്ബെൽ ഔട്ട് ആവുകയും മറ്റു ചിലർ ഇന്നാവുകയും ചെയ്യുന്നതിനൊരു കാരണം വേണമല്ലോ. എന്താണത്? അത് കാരണം അവിടുത്തെ എറണാകുളം ജില്ലയിലെ KPCC പ്രസിഡന്റ് പോലെ പറഞ്ഞ പോലെ സ്പോൺസർ ചെയ്യാനായിട്ട് പ്രതിപക്ഷ നേതാവും അവിടുത്തെ MP യും ഇല്ല. അതുകൊണ്ട് സംഭവിച്ചതാ. എഴുതി കൊടുക്കണ്ടേ? ജില്ലയിൽ നിന്നുള്ള അവിടെ ട്രാക്ക് റെക്കോർഡ് അല്ലല്ലോ മാനദണ്ഡം. സ്പോൺസർമാരില്ലാന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ സ്പോൺസർമാർ വേണോ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ? എനിക്ക് തോന്നുന്നു ചെക്ക് തട്ടിപ്പേസിലൊക്കെ പ്രതിയായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് സ്പോൺസറെ കിട്ടിയാനെ എന്ന് തോന്നുന്നു ഇപ്പൊ. പക്ഷെ എനിക്ക് വേണ്ട, എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും എന്റെ ഈ സമൂഹത്തിന്റെ മുമ്പിലുണ്ടല്ലോ അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കുക. അതൊരു വലിയ പോസ്റ്റാണ്. ആരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കണ്ടല്ലോ, വലിയൊരു പോസ്റ്റാണത്. ദൈവത്തിന്റെ മുമ്പിൽ അതിനേക്കാൾ ദൈവമേ നന്ദി എന്നെ ഇത്രയും കാത്തു രക്ഷിച്ചതിന് എന്ന് പറയാം. എനിക്ക് അഭിമാനത്തോടു കൂടി പ്രാർത്ഥനാപൂർവ്വം. ഇങ്ങനെ തുറന്നു പറയുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണ്? ഇങ്ങനെ തുറന്നു പറയുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് ഓർത്തിട്ടുണ്ടോ സിമി റോസ്ബെൽ? ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഉമാ തോമസിനെ തോപ്പിക്കാൻ വേണ്ടി ഞാൻ മറ്റേ ജയരാജൻ സാറിന് അയച്ചു കൊടുത്തോ? ഞാൻ LDF-ലാണ് വോട്ട് ചെയ്തെന്ന് പറഞ്ഞു, ഞാൻ അയച്ചു കൊടുത്തോ? അല്ലെങ്കിൽ ഞാൻ അവര് LDF-ൽ വിളിച്ച് എനിക്ക് പുതിയ പോസ്റ്റിംഗ് കിട്ടും, കാൻഡിഡേറ്റ് ആക്കും എന്ന് പറഞ്ഞു. ഞാൻ ദല്ലാൽ നന്ദകുമാറിനെ കോണ്ടാക്ട് ചെയ്തോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ പാർട്ടിയിൽ റിബലായി മത്സരിച്ചിട്ട് ഞാൻ 3-ാം സ്ഥാനത്ത് വന്ന് ഞാൻ പാർട്ടിന്ന് പുറത്താക്കിയിട്ട് പിന്നെ എന്റെ സ്വാധീനം കൊണ്ട് തിരിച്ചു വന്ന് ഉന്നത പദവിയിലെത്തിയോ? ഇവർക്കൊക്കെ ഓരോ നീതി, സിമി റോസ്ബെലിന് വലിയൊരു അനീതി, അത് ശരിയല്ല. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അല്ലെങ്കിൽ സുജിക്ക് വേറൊരു നീതി, അവിടെ പെട്ടെന്ന് വരിക, പെട്ടെന്ന് നേതാവാകുക. അപ്പൊ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല. എന്തെങ്കിലും സ്ഥാനം കിട്ടുമെന്ന് പേടിച്ചിട്ട് ഇവരെയൊക്കെ സ്തുതി പാടി നടക്കാൻ ഞാനില്ല. ഞങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചില വാക്കുകൾ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു സിമി. പക്ഷേ പവർ ഗ്രൂപ്പ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. പവർ ഗ്രൂപ്പ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അതുണ്ടല്ലോ, അതെല്ലാവരും ആ പവർ ഗ്രൂപ്പിന്റെ ഭാവമാണല്ല. കേരളത്തിലെ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിയിട്ട് ഉമ്മൻചാണ്ടി സാറിനെ പോലും നിലത്തടിച്ചതല്ലേ? അതൊക്കെ പവർ ഗ്രൂപ്പിന്റെ ഭാഗമല്ലേ? അല്ലാതെ ഇവർക്ക് ഇത്രയും MLA-മാരുള്ള ഇവരെ എങ്ങനെയാണ് ഇങ്ങനെ നിഷ്ക്രിയരാക്കാൻ പറ്റുന്നത്? അവരെ നിഷ്ക്രിയരാക്കുന്നു. മുരളീധരനെ തോപ്പിച്ച് അദ്ദേഹത്തെ നിഷ്ക്രിയനാക്കുന്നു. വമ്പൻ വ്യക്തികളോട് ഇവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്നെ പോലെ ഒരു സാധുവിനോട് ഇവരെന്താ ചെയ്യാൻ പാടില്ലാത്ത? ഇപ്പൊ എന്റെ മോൻ എന്നോട് പറയാം, അമ്മയുടെ ജീവന് ഭീഷണി ഉണ്ടോന്ന് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ഞാൻ ഭയക്കുന്നില്ല. എന്നാലും ഒരു ദിവസം നമ്മൾ മരിക്കണമല്ലോ. സന്തോഷത്തോടുകൂടി ഈ പാർട്ടിക്ക് വേണ്ടി അങ്ങനെ ഒരു ജീവത്യാഗം ചെയ്യാനാണ് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരട്ടെ. ഇപ്പൊ സൈബർ ഇടങ്ങളിലെ ആക്രമണം തുടങ്ങി, അതൊക്കെ പറ്റുള്ളൂ. നേരിട്ടൊന്നും വരാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്യോ? അതൊന്നും എനിക്കല്ല. കാരണം ഞാൻ ചില കാര്യങ്ങൾ, എന്റെ റെക്കോർഡുള്ള ചില കാര്യങ്ങൾ തെളിവുണ്ട്. ഞാൻ കുറെ നാളെ ഞാൻ സഹിക്കുന്നത്. അവസാനം KPCC പ്രസിഡന്റിന്റെ സങ്കടമാണ് എന്റെ കാര്യത്തിൽ. രമേശിക്ക് സങ്കടമുണ്ട്, KC-ക്ക് സമ്മതമുണ്ട്. KC പറഞ്ഞു പ്രതിപക്ഷ നേതാവിന് ജില്ല എഴുതി കൊടുത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല. എറണാകുളം ജില്ല ഞാൻ അറിഞ്ഞില്ല. അത് പിന്നെ ഞാൻ പ്രതികരിക്കണ്ടേ? ഈ ജില്ല ഇവരുടെയൊക്കെ സ്വന്തമാണോ? ഹൈബി രാഷ്ട്രീയത്തിൽ വന്നിട്ട് 10-16 വർഷമല്ലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഈ കൊച്ചു പ്രായത്തിൽ കിട്ടുന്നത് മുഴുവൻ നേടിയെടുത്തില്ലേ? ഇനിയും എന്നെ ദ്രോഹിക്കുന്ന എന്തിനാ? ഈ കൂടുതൽ ആളുകൾ ഉണ്ടോ? കൂടുതൽ ആളുകൾ ഇതുപോലെ പ്രവർത്തിക്കുന്ന, സിമിയെ പോലെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് വേറെ ഉണ്ടാകും. അവർക്കും ഒക്കെ വേദനയുള്ളവർ ഇനിയും പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ പറയുന്നതാണ്. അല്ല, റെജി ലൂക്കോസ് ഒരു 2 ആഴ്ച മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ എന്റെ കാര്യം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നല്ലതായിട്ട് പറഞ്ഞു. ഞാനത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതായത് ഞാൻ പറയട്ടെ, ഈ KSU-യുടെ യൂത്ത് കോൺഗ്രസിലൂടെയും മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് ലീഡർ ഇപ്പൊ വരാം. വളരെ എളുപ്പം മഹിളാ കോൺഗ്രസിലൂടെ വന്ന് പെട്ടെന്ന് നേതാവാകാം. അതൊരു വലിയൊരു കുറുക്കു വഴിയാണത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ കമന്റ് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു പോവാമോ? ഈ മഹിളാ കോൺഗ്രസിലൂടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊരു കുറുക്ക് വഴിയാണെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ലോജിക്ക് അതിനകത്ത് വരണമെങ്കിൽ ആളുകൾക്ക് കുറച്ചുകൂടി അതിനകത്ത് എന്തെങ്കിലും പറയണം. എന്തായാലും കേട്ടാലും നിങ്ങൾ അന്വേഷിക്കുക, ഇവരൊക്കെ എങ്ങനെയാ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റേറ്റ് ലീഡർഷിപ്പിലോട്ടൊക്കെ വരുന്നത്? ഞങ്ങളെപ്പോലെ 10-12 വർഷം ഇങ്ങനെ അടിയും ഇടിയും കൊണ്ട് നമ്മളൊക്കെ ഓരോ സമരങ്ങളും നടത്തി. അന്നത്തെ കാലത്ത് അടി കൊണ്ടാൽ പോലും ആ സുജയുടെ മാത്രമാണ് പേപ്പറിൽ ഫോട്ടോ വന്നത് മലയാള മനോരമയിൽ. ഇഷ്ടി കൊണ്ട് പോലീസ് അടിക്കുന്നത്, അല്ല തലക്കെട്ട് ഇഷ്ടി കൊണ്ട് ഇങ്ങനെ ആഞ്ഞടിക്കുന്ന ഫോട്ടോയാണ്. അത് ഞാൻ ഇന്നും വെട്ടിവെച്ചിട്ടുണ്ട്, നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം അവരുടെയൊക്കെ കണ്ണീര് ശാപം ഈ പാർട്ടിയിൽ ഉണ്ടാവരുതല്ലോ.
നമ്മളെങ്കിലും അവരെയൊക്കെ ഒന്ന് ആദരിക്കണ്ടേ? ഇപ്പൊ വെറുതെ മഹിളാ അപ്പോ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് ഞാൻ വന്നാൽ മതി, അവിടെ സ്പോൺസർമാരുണ്ടെങ്കിൽ MP വരെ ആകാം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഇവിടെ ഈ 42 വർഷക്കാലം ഈ കേരള പൊളിറ്റിക്സിൽ എത്ര വനിതകൾ പ്രവർത്തിച്ചിട്ടുണ്ട്? എത്ര പേര്? ലീലാ ദാമോദര മേനോന് ശേഷം എത്രയോ വനിതാ രത്നങ്ങൾ, ജമീല ഇബ്രാഹിം, ഇന്ദിരാജ്, താങ്കളെ പേര് കേട്ടിട്ടുണ്ടോ? ഇന്ദിരാജിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത മഹനീയ വനിതയാണ്. അവരൊക്കെ മൈനോറിറ്റി ആയിരുന്നില്ലേ? മുസ്ലിം വനിതയായിരുന്നില്ലേ? അവരോടൊക്കെ എന്തെങ്കിലും നീതി കാണിച്ചിട്ടുണ്ടോ? മരിക്കുമ്പോഴെങ്കിലും അവർക്കൊരു നല്ലൊരു യാത്രയപ്പ് നൽകാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ പതിറ്റാണ്ടുകളാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. സ്പോൺസറെ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ വയസ്സായ സ്പോൺസറെ ആളുകളൊക്കെ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? സ്പോൺസറെ കിട്ടാൻ എന്ത് ചെയ്യണം? അതെനിക്കറിയില്ല. കാരണം ഞങ്ങൾ സ്പോൺസറെ തേടി നടക്കാതെ ഞങ്ങൾ പ്രവർത്തനം നടത്തിയ ആളുകളാണ്. അത് ഞങ്ങൾ സ്പോൺസറിനെ കാര്യം ചിന്തിച്ച് ഞങ്ങൾ ടൈം കളഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്തസ്സായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പേര് അവർ എഴുതി കൊടുത്തില്ല, അത് നമ്മുടെ കുറ്റമല്ലല്ലോ. എന്റെ അയോഗ്യതയാണോ? എനിക്ക് PSC തന്നാണ്. ഞാൻ ചോദിക്കട്ടെ, താങ്കളോട് ചോദിക്കട്ടെ, PSC മെമ്പറെ രാജിവെപ്പിച്ച് മത്സരിപ്പിച്ചിട്ടുണ്ട് ഈ എറണാകുളം പാർലമെന്റിലേക്ക് പ്രൊഫസർ KV തോമസ് ചാരക്കേസിൽ പെട്ടപ്പോ. അന്ന് ചോദിക്കാമായിരുന്നില്ലേ എന്നോട് വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് ഇവിടെ യൂത്ത് കോൺഗ്രസിന് ആ സീറ്റ് കൊടുക്കണം എന്ന് പറയാമായിരുന്നില്ലേ? എന്തിനാണ് PSC LDF-നാണ് കൊടുത്തത്, ഏറ്റവും ഒരു ഭരണഘടനാ പദവി കൊടുത്തത്. അപ്പോഴിവരുടെ വായിൽ എന്തായിരുന്നു? അപ്പൊ എനിക്ക് മാത്രം PSC തന്നു എന്ന് എപ്പോ? 3.5 പതിറ്റാണ്ട് പ്രവർത്തിച്ചിട്ട്. അത് ഉമ്മൻചാണ്ടി സാറിന്റെയും KC വേണുഗോപാലിന്റെയും അതുപോലെ രമേശ് ചെന്നിത്തലയുടെ ഇവരെ എന്നെ യൂത്ത് കമ്മീഷനിൽ വരാൻ സമ്മതിക്കില്ല, ഒന്നിലും വരാൻ സമ്മതിക്കില്ല. ഈ വൺ മാൻ പവർ ഗ്രൂപ്പാണോ? അതൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നിങ്ങൾ മെറിറ്റ് എല്ലാവരുടെയും ട്രാക്ക് റെക്കോർഡ് എന്നെടുത്ത് നോക്കിയിട്ട് എന്റെ മെറിറ്റ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെ കിട്ടി, പാർലമെന്റ് കിട്ടിയോ, അസംബ്ലി കിട്ടിയോ, രാജ്യസഭ കിട്ടിയോ, ഞാൻ ഇതിന്റെയൊക്കെ പുറകെ സ്പോൺസറെ അന്വേഷിച്ച് നടക്കുവാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഞങ്ങൾ ഇന്നും നല്ല പ്രവർത്തന നിരതാണ്. ഇന്നും ഓരോ കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഓരോരുത്തര് ഞങ്ങളെ പാർട്ടിയില് മരിച്ചുപോയവരുണ്ട്, അവരുടെ കുടുംബത്തിൽ വിവാഹം കഴിപ്പിക്കാൻ നിവർത്തിയില്ലാത്ത സ്ത്രീകളുണ്ട്, സഹോദരിമാരുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാണ്. അത് വലിയ നമ്മൾ ഡിജിറ്റൽ മീഡിയ കൂടി കൊടുത്ത് നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല. അതിന്റെയൊക്കെ അവരുടെയൊക്കെ പ്രാർത്ഥന നമുക്കുണ്ട്. മാഡം, എത്രയോ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ ഞാൻ കാണുന്നുണ്ട്, എത്രയോ പാവപ്പെട്ട വനിതകൾ വന്നിട്ട് കൊടിയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ അപ്പോൾ ഈ സ്പോൺസർമാരില്ലെങ്കിൽ മുന്നോട്ട് വരാൻ പറ്റില്ല എന്നാണോ? അല്ല, എന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്നോട് പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് അനിൽകുമാർ പറഞ്ഞു, MLA. അതും എന്റെ കയ്യിലുണ്ട്. സമ്മതിക്കുന്നില്ല എന്നാ പറയുന്നത്. എന്താണ് സമ്മതക്കുറവിന്റെ കാരണം എന്ന് എനിക്ക് അറിയണ്ടേ? KPCC പ്രസിഡന്റ് സജീന്ദ്രനെ വെച്ചു KPCC വൈസ് പ്രസിഡന്റിനെ. സമ്മതിക്കില്ല. ഇവരുടെ കയ്യിലാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF ഇരിക്കുന്നത്? ഇവരുടെ പോക്കറ്റിലാണോ? അല്ലെങ്കിൽ ഇവര് പറയുന്ന ഇവരുടെ താളത്തിന് തുള്ളുന്ന വനിത ആവണം എന്നാണ് ഇവര് പറയുന്നത്? എനിക്കറിയില്ല. ഞങ്ങൾ താളത്തിൽ ആരെയും തുള്ളിയിട്ടില്ല. ഞങ്ങൾ പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ പ്രവർത്തനം സുതാര്യമാണ്. അത് റോസക്കുട്ടി ടീച്ചർക്ക് അറിയാം, പത്മജ വേണുഗോപാലിന് അറിയാം, അതുപോലെ ലതിക ചേച്ചിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ വളരെ വൈറ്റൽ ആയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം ഇന്ന് മാഡം മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ കേട്ടതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ബൈറ്റ് ഇരിപ്പുണ്ട്. അതായത് മാഡത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിലിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നാൽ തകരുമെന്നാണ് പറഞ്ഞതെല്ലാം. അത്രയ്ക്ക് ഭീകരമായ എന്താണ്? അതിനെ ദൈവം ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം എനിക്ക് ഈ പ്രസ്ഥാനത്തോട് സ്നേഹമുണ്ട്, ഇപ്പോഴും ഉണ്ട്. എനിക്ക് എന്ത് കിട്ടിയെന്നല്ല ഞാൻ ചിന്തിക്കുന്നത്, എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ക്ഷമയുടെ നെല്ലി പലക കണ്ട് ഇവര് സജീന്ദ്രനോട് പറഞ്ഞ മറുപടിയൊക്കെ എനിക്ക് അറിയാം. KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടാണ്. എല്ലാവർക്കും എന്റെ കാര്യത്തിൽ സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് എനിക്കൊരു PSC തന്നെന്ന് ഇവിടെ ഒരാളെ പിടിച്ച് കതറോടിപ്പിച്ച് പാർലമെന്റിൽ മത്സരിപ്പിച്ചിട്ടുണ്ട്. അറിയാവോ? നിങ്ങൾക്ക് എല്ലാവർക്കും ആ കഥകളൊക്കെ അറിയാലോ. ഇവിടെ എത്ര ഇലക്ഷൻസ്, ബൈ ഇലക്ഷൻസ് ഉണ്ടായിരുന്നു? വിനോദ് എങ്ങനെ ലീഡർ ആയതാണ്? ഹൈബീനെ എന്തിനാണ് പാർലമെന്റിലേക്ക് വിട്ടത്? എന്തിനായിരുന്നു വിട്ടത്? പറഞ്ഞേ, എന്തിനായിരുന്നു? അപ്പോ ഞാൻ ഇത്രയും നാളും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ എല്ലാവരും എന്നെ നിർബന്ധിക്കുവാണ്. എന്റെ പിന്നിലും ഒരു ചെറിയ ശക്തിയൊക്കെ ഉണ്ട്. അത് ദൈവം നൽകുന്ന ശക്തിയാണ്, അല്ലാതെ ഞാൻ മണി പവർ കൊണ്ടും സ്വാധീനം കൊണ്ടൊന്നും നേടിയെടുത്തതല്ല. അപ്പൊ സത്യം ജയിക്കും, എന്നും ജയിക്കും സത്യം. കാലം മറുപടി പറയും, കാലചക്രം. ഞാൻ കഴിഞ്ഞ തവണ എറണാകുളം ജില്ലയിൽ ഒരു വനിതയ്ക്ക് പോലും സീറ്റ് കൊടുത്തില്ല. 52 ചെറുപ്പക്കാരെ കൊണ്ടുവന്നു. ഞങ്ങളും ഒരു കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ ലീഡേഴ്സ് ആയിരുന്നു. അന്ന് ഏഷ്യാനെറ്റില് എന്റെ വീട്ടിൽ വന്നൊരു ഇന്റർവ്യൂ എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, ലതിക ചേച്ചിയെ പോലെ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ചേച്ചിയാണ്, ലതിക ചേച്ചിയെ പോലെ തല മുണ്ടനം ചെയ്യില്ല KPCC. ഞാൻ പട പൊരുതും എന്നാണ് ഞാൻ പറഞ്ഞത്.
പട പൊരുതിനിടാനുള്ളതാണ്. അല്ലാതെ കരഞ്ഞും ശോഭാ സുരേന്ദ്രൻ പൊട്ടിക്കരയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ കരയരുതെന്ന് ഞാൻ പറഞ്ഞതാ. ലതിക ചേച്ചി അവിടെ തല മുണ്ടനം ചെയ്തു. ശാപവാക്കുകൾ കൊണ്ട് ആ KPCCയുടെ പടി ഇറങ്ങിപ്പോയതാണ്. ഭരണം കിട്ടേണ്ടിയിരുന്നാണ്, കിട്ടിയില്ല. ഒന്ന് എല്ലാരും പരിശോധിക്കണം. ഒരു സ്ത്രീക്ക് തലമുണ്ടനം ചെയ്യേണ്ടി വരുന്നു കോൺഗ്രസിൽ സ്ഥാനങ്ങൾ കിട്ടാൻ. ഒരു സ്ത്രീക്ക് കരയേണ്ടി വരുന്നു. അതിനപ്പുറത്തേക്ക് പോകേണ്ടി വരുന്നോ? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് അറിയാൻ ഇനി ഹേമ കമ്മിറ്റി വരണോ? അല്ല, ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഞാൻ കരയുന്നത് നമ്മൾ ദൈവത്തിന്റെ അടുത്ത് നമുക്ക് കരയാം, നമുക്ക് യാചിക്കാം. പക്ഷെ മറ്റുള്ളവരുടെ അടുത്ത് നമ്മളെക്കാൾ എന്താ പറയാ നിസ്സഹാവസ്ഥ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളില്ലേ ഈ പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുള്ളവര്, ഒന്നുമല്ലാതെ പോയിട്ടുള്ളവര്. അവരുടെ ശബ്ദമാണ് ഞാനിപ്പോ. അവരുടെ ശബ്ദം ആരെങ്കിലും വേണ്ടേ? ഈ പാർട്ടിയിൽ വേണ്ടേ? ഒരു ശുദ്ധീകരണത്തിന് വേണ്ടേ? ഒരു ചെറിയ ഇടവേള ആവശ്യമുണ്ട്. ഇടവേള കഴിഞ്ഞ് വരാം. ഓക്കെ. ഇടവേളയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് മറ്റു അതിഥികളിലേക്ക് ഒന്ന് പെട്ടെന്ന് പോകണം. സമയം വല്ലാതെ അതിക്രമിച്ചു പോയതുകൊണ്ടാണ്. സിമി റോസ്ബെൽ ജോൺ പറയുന്ന പല കാര്യങ്ങളും അവിടെ ഇവിടെ നിർത്തി ഇനിയും പറയാനുള്ള പല രഹസ്യങ്ങളുണ്ട്. ഗായത്രി, ഞാൻ ദീപാനിലേക്ക് അവസാനം പോവാം. ഗായത്രി, എന്താണ് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്? ഞാൻ ഒരു വർഗബോധമുള്ള സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് പലതവണ ഇടപെടാൻ തോന്നി. കാരണം ഡോക്ടർ നാൽ ഇന്ന് സിനിമയിലുള്ള പോലെ പവർ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം ഇവരുടെ രണ്ടുപേരുടെയും കോൺവെർസേഷനിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയറായി കഴിഞ്ഞു. കാരണം ദീപാനിൽ ഈ ചർച്ചയിൽ ആദ്യം വന്നിരുന്നപ്പോൾ മുതൽ രാഷ്ട്രീയ വിഷയത്തിൽ ഇടപെടരുതെന്ന് ഞാൻ വിചാരിച്ച, പക്ഷേ പൊതുമണ്ഡലം നമ്മളുടേതും കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇടപെടാതെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇടപെട്ടതാണ്. ദീപാനിൽ ഈ ചർച്ചയുടെ ആദ്യം തുടക്കം മുതലേ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചത് ഒരു പവർ ഗ്രൂപ്പിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പവർ പൊസിഷനിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയാണ് ദീപാനിൽ ഈ ചർച്ച വന്നിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആദ്യകാല ചരിത്രം മുതൽ എടുത്തിട്ടത്. ഇപ്പോൾ ശ്രീമതി സിമി റോസ്ബെൽ ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ അവരെ ഇത്ര ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു വർഗബോധം വേണ്ടേ സ്ത്രീകൾക്ക്? ഏത് രാഷ്ട്രീയം, ഞാൻ ഇത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ദൂരെ രണ്ടിടത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ഹൃദ്യമായിട്ട് സിമി റോസ്ബെല്ലിന് ഇന്ന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിൽ നമുക്ക് ഹിതകരമല്ലാതെ സ്ത്രീയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന, അവസരങ്ങളെ ചോദ്യം ചെയ്യുന്ന, ഇതാര് നമ്മളുടെ റൈറ്റ് ഹാൻഡായിട്ട് നിന്നിട്ടുണ്ടെങ്കിലും ആ കൈ തട്ടി മാറ്റി ഞാനും ഒരു വ്യക്തിയാണെന്ന് ഉറക്കെ പറയാനുള്ള ധൈര്യത്തിലാണ് സിമി റോസ്ബെൽ ഇന്ന് ഇത് പറഞ്ഞിരിക്കുന്നത്. ആ ധൈര്യം ഇന്ന് കിട്ടിയിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്ര സജീവമായി സിനിമയിൽ ഇടപെട്ടിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ആദ്യം സ്ത്രീ പഠിക്കേണ്ടത്, ഞാൻ ഈ ദീപാനിലിനെ എന്താ പറയുക പ്രതിനിധിയാക്കിക്കൊണ്ട് കേരളത്തിലൊട്ടാകെയുള്ള സ്ത്രീ സമൂഹത്തോടാണ് ഞാൻ പറയുന്നത്. ആദ്യം സ്ത്രീകൾ പഠിക്കേണ്ടത് സ്വന്തമായ വർഗബോധം ഉണ്ടാകേണ്ടതാണ്. ഇത്രയധികം പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ട്, ഇത്രയധികം അടിച്ചമർത്തപ്പെട്ടിട്ട് കുടുംബത്തിനകത്തും പൊതു ഇടങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ, എന്തിൻ്റെങ്കിലും പ്രിവിലേജിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലാതെയോ ഭാഗ്യം കൊണ്ടോ ഉണ്ടായിരിക്കാം. അതല്ലാതെ ഇരിക്കുന്ന സ്ത്രീ സമൂഹത്തിനെ വലിയൊരു ഉയർച്ചയിലേക്ക് കൈപിടിക്കാൻ വരുന്ന ഈ ചരിത്ര നിമിഷത്തെ നിങ്ങൾ ഒരു കക്ഷി രാഷ്ട്രീയവും നോക്കാതെ, ഒരു ജാതി ചിന്തയും നോക്കാതെ, ഒരു സവർണ ചിന്തയും നോക്കാതെ, ഞാൻ സ്ത്രീയാണെന്ന് പറയുന്ന രീതിയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള സ്ത്രീകളുടെ ഈ ഒരു കൂട്ടായ്മയെ, സ്ത്രീകളുടെ ഈ അവസരത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് മുഖ്യമന്ത്രി അതാ പറഞ്ഞത്, ഒരു ഉപാധികളുമില്ല കലാകാരന്മാർക്കെന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കലാകാരികൾ ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ കൂടുതൽ റെസ്പെക്റ്റോടുകൂടി, CM-നോടുള്ള ഏറ്റവും അധികമായ റെസ്പെക്റ്റോടുകൂടി ഒരു തിരുത്ത് ആവശ്യപ്പെടുകയാണ്. കലാകാരികളല്ല, ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു സ്ത്രീക്കുമെതിരെ ഒരു തരത്തിലുള്ളൊരു വിവേചനവുമില്ലാതെ ഇന്ന് വരെ അവർ അണ്ടർ പ്രിവിലേജ്ഡ് ആയിരുന്നെങ്കിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ പ്രിവിലേജ് അതിൻ്റെ 100% ഉപയോഗിക്കാനുള്ള ആത്മധൈര്യത്തോടു കൂടി നിങ്ങൾ ഒരു പാർട്ടി നോക്കണ്ടെന്നേ, ഒരു രാഷ്ട്രീയക്കാരും, ഒരു BJP ആവട്ടെ, സംഘപരിവാർ ആവട്ടെ, കോൺഗ്രസ് പാർട്ടി ആവട്ടെ, നമ്മൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ജനാധിപത്യ അവകാശങ്ങൾ നോക്കി, മനുഷ്യ അവകാശങ്ങൾ നോക്കിയിട്ട് സ്ത്രീ ഒരു വർഗബോധത്തോടു കൂടി നിൽക്കുക. ദീപ, സോറി ദീപ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഏത് പവറിൻ്റെ സ്ക്രിപ്റ്റിലാണ് നിങ്ങൾ വന്നിരുന്നതെങ്കിലും ഇന്ന് നിങ്ങൾ ഈ കാണിച്ച പെർഫോമൻസ് ഉണ്ടല്ലോ, വളരെ മോശമാണ്, വളരെ മോശമാണ്. നമുക്ക് ആദ്യം ഉണ്ടാവേണ്ട വർഗബോധമാണ്. ദീപ ഒറ്റ മിനിറ്റ്, എനിക്ക് സമയമില്ലെങ്കിൽ കൂടി ദീപ ഒറ്റ മിനിറ്റ്, നമുക്ക് ദീപയ്ക്കുള്ള സമയമാണ്. ഞാൻ 1 മിനിറ്റ് സമയം ഇല്ലെങ്കിൽ കൂടി തരികയാണ്. പക്ഷേ ആ വർഗബോധം നമുക്ക് വേണ്ടേ? ഹേമ കമ്മിറ്റി നമ്മളെ അതിലല്ലേ വർഗബോധം വേണം. ഇവിടെ ഇവര് പറയുന്ന കാലഘട്ടം തൊട്ട് രാഷ്ട്രീയത്തിലുള്ള ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ നിൽക്കുന്നുണ്ട്.
എല്ലാവർക്കും മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല. ഇവർ ഭാഗ്യം കൊണ്ട് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു സ്ത്രീയാണ് സിമി റോസ്ബെൽ അവരുടെ കഠിനാധ്വാനവും അതിലുണ്ടാവും. പക്ഷേ ഇവരുടെ കാലഘട്ടത്തിൽ എത്ര സ്ത്രീകൾ ആരാണ് ഭാഗ്യം കൊടുത്തത്? ആ ഭാഗ്യം കൊടുത്തത് ആരാണ്? ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവര് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് മുഴുവൻ എറണാകുളം ജില്ലയിലുള്ള 2 സ്ത്രീകളെയാണ്. ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന സ്ത്രീയെയും അതുപോലെ തന്നെ ഞങ്ങളുടെ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജബി മേത്ത. ഇവർക്ക് എന്താ ഇത്ര അസൂയ? 2 സ്ത്രീകൾ ഉയർന്നു വരുമ്പോൾ ഇവരല്ലേ വർഗബോധമില്ലാതെ സംസാരിക്കുന്നത്? ഇവരെക്കാട്ടിലും വലിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾ തന്നെയാണ് ദീപ്തി മേരി വർഗീസ്. അവരെ വ്യക്തിപരമായ കാര്യമൊന്നും ഇവരിവിടെ എടുത്തിട്ടുണ്ട്. അതിലും ചീഞ്ഞ വ്യക്തിപരമായ കാര്യങ്ങൾ ഇവർക്കുണ്ടാവും. അത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ല ഇവിടെ പറയേണ്ടത്. ജബി മേത്തർ എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള കുടുംബ പാരമ്പര്യം നിങ്ങൾക്കറിയാമോ? അസംബ്ലി യൂത്ത് അവരങ്ങ് കെട്ടിയിറക്കിയതൊന്നും അല്ല. യൂത്ത് കോൺഗ്രസിന്റെ പിന്നെന്താണ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് അവർ തുടങ്ങിയത്. അവരതിന് ശരി, ഒറ്റ മിനിറ്റേ ഉള്ളൂ, ഒറ്റ മിനിറ്റ്, സമയത്തിന്റെ പ്രശ്നം കൊണ്ട്. സിമി സ്ത്രീകൾക്കെതിരെ വർഗബോധമില്ലാതെ ഇതിനു മുൻപും പാർട്ടിയെ സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിലും വലിച്ചഴിച്ചിട്ടുണ്ട്. ഇവർക്ക് എന്ത് അച്ചടക്കമാണുള്ളത്? CPM എന്ന പാർട്ടിയിലാണ് ഇതുപോലെ ഒരു സ്ത്രീ ഒരു ജനപിന്തുണ കൊണ്ടാണ് അവിടെ അത്ര ദയനീയമായി പരാജയപ്പെട്ടത്. ദീപയ്ക്കുള്ള ഒരു ദയനീയമായിട്ടുള്ള സിമിയാണ് ഇന്നത്തെ പരാതിക്കാരി. അതുകൊണ്ട് ഒരു 30 സെക്കൻഡ് സിമിക്ക് തരികയാണ്. ഈ എറണാകുളത്തുള്ള 2 സ്ത്രീ നേതാക്കളെ അധിക്ഷേപിക്കുക എന്നുള്ളതായിരുന്നോ ലക്ഷ്യം സിമിക്ക്? എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇതിന്റെ ബേസിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അത് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതവരൊക്കെ നിഷേധിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കട്ടെ. ദീപയുടെ തുള്ളല്ലേ? ദീപ അധികം കാലമായിട്ടൊന്നുമല്ലല്ലോ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് എന്റെ അടുത്ത് തുള്ളല്ലേ അസൂയം കുടുംബം ഇതൊക്കെ ഉള്ളവർ ആരാന്നുള്ളത് അത് ഷാനിമോൾക്കും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ഒരു പാർട്ടി ഒരു പൊതുകാര്യമല്ലേ, ഒരു പൊതുമണ്ഡലമല്ലേ പാർട്ടി? തറവാട്ട് സ്വത്തല്ലല്ലോ. കോൺഗ്രസ് നമ്മളെയൊക്കെ അല്ലേ? നിങ്ങളുടെ ജില്ലയിലുള്ള 2 സ്ത്രീകള് നിങ്ങളെക്കാട്ടിലും നിങ്ങൾക്ക്. അല്ലാതെ KS-ലുണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസിലുണ്ടായിരുന്നു. ദീപ ഒരു സുപ്രഭാതത്തിലെ നേതാവായതാണ്. സംശയമുണ്ടെങ്കിൽ ഗീനാകുമാരി ഞാനും ഗീനാകുമാരി ഒരുമിച്ചാണ് ഇലക്ഷന് മത്സരിച്ചിട്ടുള്ളത്. അല്ലല്ല, ഒറ്റ മിനിറ്റ് ദീപ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടണ്ട. ഒറ്റ മിനിറ്റ്, നമുക്ക് സമയം തരാം. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ്. സമയം എടുക്കുകയാണ്. എല്ലാവർക്കും സമയം തരാം. ദീപ പേടിക്കണ്ട, നിങ്ങൾക്കും ഉണ്ട് സമയം. ദീപയ്ക്ക് പറയാനുള്ളതും കൂടി ദീപയ്ക്ക് പറയാനുള്ളതും കൂടി കേൾപ്പിച്ചിട്ടേ ചർച്ച അവസാനിപ്പിക്കൂ. ദയവായി കേൾക്കൂ. ഒറ്റ മിനിറ്റ് ദീപ ഒറ്റ മിനിറ്റ് കേൾക്കൂ. എല്ലാവർക്കും പറയാനുള്ളത് കേൾപ്പിച്ചിട്ടേ ചർച്ച അവസാനിപ്പിക്കൂ. സിമിയുടെ ആ വിഷ്വലും കൂടി ഒന്നുകൂടെ എടുക്കണം. സിമി കട്ടായി പോയിട്ടുണ്ട്. ഇല്ല ദീപ പറയൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കട്ടെ. ഇവർ പറയുന്നു ഞാൻ കുറെ വർഷമായിട്ട് ഇതിൽ നിൽക്കുന്നു. എനിക്കിത് കുറെ വർഷമായിട്ട് ഇതിൽ നിൽക്കുന്നതാണോ ഇതിന്റെ അകത്ത് പോസ്റ്റുകൾ കൊടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനങ്ങൾ കൊടുക്കാനുമുള്ള അർഹത? ഒറ്റ മിനിറ്റ് ദീപ, ഞാൻ ചോദിക്കട്ടെ. ഒരു സ്ത്രീക്ക് കേൾക്കൂ ദീപ തോൽക്കുന്ന സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാല് വർഷങ്ങളായിട്ട് അല്ല, കേൾക്കൂ ദീപ, ഒറ്റ മിനിറ്റ്. ഒരു സ്ത്രീക്ക് ഇവിടെ പ്രശ്നം അതല്ല. ഈ പറയുന്ന പാർട്ടിക്കകത്തോ സിനിമയ്ക്കകത്തോ ഏതെങ്കിലും ഒരു തൊഴിലിടത്തിലോ ഒരു കലാമേഖലയിലോ എവിടെയെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അത് കേൾപ്പിക്കാനും അത് കേൾക്കാനും അത് പരിഹരിക്കാനും ഒരു സംവിധാനം വേണ്ടേ?
അല്ല, സിമി പറയുന്നത് മുഴുവൻ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എറണാകുളം ജില്ലയിലെ 2 സ്ത്രീകള് അവരെ പോയിന്റ് ഔട്ട് ചെയ്താൽ ഇവർ പറയണേ. അപ്പൊ ഇവരുടെ ജില്ലയിൽ നിന്ന് 2 സ്ത്രീകൾ ഇവരെക്കാൾ മേളിൽ ഉയർന്നു വന്നത് അസൂയ കൊണ്ടാണ് ഇവർ പറയുന്നത്. ഇവർ പറയുന്നത് എറണാകുളം ജില്ല എന്നുള്ളത്. അപ്പൊ മറ്റുള്ള അവരൊന്നും പറയുന്നില്ലല്ലോ മുൻപ് ഇവർക്ക് കൊടുത്തിരുന്നതൊക്കെ വേറെ കാര്യം കൊണ്ടാണെന്നൊന്നും അവര് മറുപടി പറഞ്ഞു. അച്ചടക്കം കൂടെ വേണം പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ. ഇവരിത് ആദ്യമായിട്ടല്ല പാർട്ടിയെ സോഷ്യൽ മീഡിയയിൽ. ശരി, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവർക്കൊരു ഫീലിംഗ് ഉണ്ട്. അവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. അത് വി ഡി സതീശനാണ്. എറണാകുളം ജില്ലയിൽ ഇവരെ പോലെയുള്ള ആളുകൾക്ക് ഉയരാൻ പറ്റാത്ത രീതിയിൽ വി ഡി സതീശൻ ഇറങ്ങുന്നു എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. വി ഡി സതീശൻ എന്നാണ് പവർ ഈ ഒരു പ്രതിപക്ഷമാണ്. വി ഡി സതീശൻ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് ഇവരെ ഇത്രയും വർഷമായിട്ട് ഇവരെ അടിച്ചമർത്തി എന്ന് പറഞ്ഞത്? കെ സുധാകരൻ, KPCC അധ്യക്ഷൻ കെ സുധാകരൻ അവരോട് പറഞ്ഞു. അത് അവർ ക്ലിയർ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഇവരുടെ വാക്കുകളെ മുഖവിലേക്ക് എടുക്കുന്നില്ല. കോൺഗ്രസിന്റെ വക്താവാണ് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് എത്ര കാലമായി? സിമി റോസ്ബൽ എറണാകുളത്ത് 2 സ്ത്രീകൾക്ക് എന്തെങ്കിലും കിട്ടിയതിനുള്ള അസൂയയാണ് ഒന്ന് നിങ്ങൾക്ക്. രണ്ടാമത് വി ഡി സതീശൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതൊക്കെയാണ് അറിയേണ്ടത് ദീപയ്ക്ക്. ദീപനോട് പറഞ്ഞുതരാം. ദീപയ്ക്ക് ചരിത്രം ഇല്ലല്ലോ. യൂത്ത് കോൺഗ്രസിൽ ഞങ്ങൾ 18 വർഷക്കാലം ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ പ്രതിപക്ഷ നേതാവ് സ്കൂട്ടർ ഓടിച്ചടക്കുമായിരുന്നു, സിറ്റി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യായിരുന്നു. അപ്പൊ ആ ട്രാക്ക് റെക്കോർഡൊക്കെ ഒന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അതാണ് എന്റെ ശിരസിലോട്ട് കയറരുത്. കാരണം പല കാര്യങ്ങളും വിളിച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. അല്ലെ, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകണം. അവിടെ ഇവിടെ പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് ആവശ്യം വരുമ്പോ വ്യക്തമായ തെളിവുകളോടുകൂടി ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, വ്യക്തമായ തെളിവ് അടിവര. യൂത്ത് കോൺഗ്രസിൽ 18 വർഷമായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചത്, 2 ടേമിലായിട്ട്. അത് KSU യൂത്ത് കോൺഗ്രസ് എന്താണെന്ന് അറിയാത്ത ദീപയ്ക്ക് അറിയില്ല. അതൊന്നും ദീപയ്ക്ക് അറിയില്ല. സതീശന് പേടിക്കാനുള്ള തെളിവുകളുണ്ടോ? കയ്യിൽ? ഉറപ്പായിട്ടും ദീപ എങ്ങനെയാണ് സ്പോക്സ് പേഴ്സൺ ആയെന്ന് ദീപ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരുപാട് പ്രഗത്ഭരായ ലീഡേഴ്സ് ഉണ്ട്. ദീപ എങ്ങനെയാണ് സ്പോക്സ് പേഴ്സൺ ആയത്? ദീപ എങ്ങനെയാണ് സ്പോക്സ് പേഴ്സൺ ആയത്? പറയൂ. ഞാൻ സ്പോക്സ് പേഴ്സൺ ആയത് ഞാൻ ഇൻകാസിന്റെ വക്താവായിട്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ വന്ന് 2 വർഷം ഒരു പോസ്റ്റും ഇല്ലാതെ തന്നെ ഞാൻ നിന്നത്. ഞാൻ അന്ന് സാധാരണ പ്രവർത്തകയായിട്ട് 2 കൊല്ലം ഒരു പോസ്റ്റും ഇല്ലെങ്കിൽ പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ ആവും. ഇൻകാസ് എന്ന് പറയുന്ന സംഘടനയുടെ വനിതാ വിഭാഗം പ്രസിഡന്റ് ആയിരുന്നു ദുബായില്. ശരിയാണ്. വിദേശ മലയാളി എന്ന നിലയില് അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എന്ത് പ്രവർത്തിക്കാൻ? വലിയ പോപ്പുലാരിറ്റി ഉണ്ട് ദീപയ്ക്ക് വിദേശ മലയാളി എന്ന നിലയിൽ. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞെന്താ ദീപ പോപ്പുലറാന്ന് പറഞ്ഞതാണോ? ദീപ പോപ്പുലറാന്ന് പറഞ്ഞതാണോ അനാവശ്യം? അത് അനാവശ്യമാണോ? എന്റെ പോപ്പുലർ എന്ന് പറയുന്നത് ആ വേർഡ് എങ്ങനെയാണ് അനാവശ്യമാവുന്നത്? ആ വേർഡ് എങ്ങനെയാണ് അനാവശ്യമാവുന്നത്? ഇപ്പൊ ദീപ പറഞ്ഞല്ലോ അനാവശ്യം പറയരുതെന്ന്. ആ വേർഡ് എങ്ങനെയാണ് അനാവശ്യം? സിമി ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ദീപ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ഉയർന്നു വരുന്നത് സ്പോൺസർഷിപ്പ് കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. ദീപയുടെ സ്പോൺസർ ആരാണ്? പറയൂ, ഈ ചർച്ചയിൽ പറയൂ. അതെ, എന്റെ സ്പോൺസർ ആരാണ്? പറയൂ. എനിക്കും ദീപ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദീപ തന്നെ പറഞ്ഞാൽ മതി, കൂടുതലൊന്നും പറയണ്ട ദീപ. ദീപ എത്ര വർഷമായിട്ട് കേരളത്തിൽ വന്നിട്ട് എത്ര വർഷമായിട്ടൊക്കെ എനിക്കറിയാം. അതൊരു ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് എന്നോട് പറയല്ലേ. മാഡം, നിങ്ങൾ എന്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കൂ. എന്റേതൊരു കോൺഗ്രസ് കുടുംബമാണ്. ഞാൻ ജനിച്ചത് ഒരു ഒരുപാട് കോൺഗ്രസ് കുടുംബങ്ങളുണ്ട്. ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ്. പോകാൻ അനുവദിക്കണം. എനിക്ക് ഇവരെ പോലെയുള്ള ആളുകളോടൊന്നും. ഒരു മിനിറ്റ് സിമി ഞാൻ വരാം. സിമിയിലേക്ക് ഞാൻ വരാം. ശരി, സിമി പറയൂ. നമുക്ക് ഓരോരുത്തരായിട്ട് പറയാം. സിമി പറയൂ.
അല്ല ഞാൻ ഇവരെന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഇല്ല, ഞാൻ സമ്മതിച്ചല്ലോ, ഇവരെന്നെ പറയാൻ ഞാൻ സമ്മതിക്കുന്നില്ലല്ലോ. ആങ്കർ ആണല്ലോ, ഞാൻ സമ്മതിച്ചല്ലോ. സിമി ഇനി പറയൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ ദീപയ്ക്ക് അവസരം കൊടുക്കാം. സിമി പറയൂ. അതിന്റെ അകത്ത് ഇടയ്ക്ക് കയറി വരുന്നത് ദൈവം ഇത് ആ മഹനീയ വനിതയോടൊന്ന് ഇല്ല, പറയണം. അതൊന്നും പറയണ്ട, ഞാൻ അവരെന്റെ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞു ദീപ വളരെ പറഞ്ഞോളൂ. ദീപ വിദേശ മലയാളി എന്ന നിലയിൽ വലിയ പോപ്പുലർ ആണ്. ദീപ എന്റെ അടുത്ത് ചാടി കയറി പറയാം, അനാവശ്യം പറയുന്നു. പോപ്പുലാരിറ്റി അല്ലെങ്കിൽ പോപ്പുലറിന്റെ മലയാളം വേർഡ് ദീപക്ക് അറിയില്ലേ? എന്താ അനാവശ്യമാണ് ഞാൻ പറഞ്ഞത്? താങ്കൾ പറയൂ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. ഇപ്പൊ ദീപയെ ഞാൻ എന്താ അനാവശ്യം പറഞ്ഞത്? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ദീപയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല. എന്തായാലും പറഞ്ഞോളൂ. പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ സ്പോൺസർഷിപ്പ് ഉണ്ട്, ദീപയ്ക്ക് സ്പോൺസർഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞത് അത് തെളിയിക്കണം. ഞാൻ പറഞ്ഞില്ലല്ലോ. ദീപയുടെ സ്പോൺസർ ആരാണ്? ദീപയല്ലേ പറയേണ്ടത്. ദീപ എങ്ങനെയാണ് ഈ പാർട്ടിയിലെ വക്താവായിരുന്ന ദീപയാണ് പറയേണ്ടത്, ഞാനാണോ പറയേണ്ടത്? എന്റെ പേര് ഞാനാണോ ദീപയുടെ പേര് എഴുതി കൊടുത്തത്? ശരി സിമി, ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉള്ള ആളുകൾക്ക് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അതല്ലാതെ ഇങ്ങനെ എടുത്തുയർത്തുന്നവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സ്ത്രീകളെ ബാധിക്കും. അത് അവിടെയുള്ള ഒരുപാട് സ്ത്രീ പ്രവർത്തകരെ ബാധിക്കുന്നതാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ പറഞ്ഞു ഷാനിമോൾ ഉണ്ട്, ബിന്ദുകൃഷ്ണൻ ഉണ്ട്, അവരൊക്കെ മൗനം പാലിച്ചോട്ടെ, അവർക്ക് പുതിയ പോസ്റ്റിംഗ് കിട്ടുകയും കിട്ടിക്കോട്ടെ. എനിക്ക് അതിനൊന്നും വിരോധമില്ല. ഞാൻ പോസ്റ്റിന്റെ പുറകെ ഒരു കാലത്തും നടന്നിട്ടില്ല. ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ട് നാളെ ചിരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും അങ്ങനെയാണ്. എന്നെ പറ്റി പറഞ്ഞതൊന്നും ഞാൻ പറയണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇപ്പൊ സജീന്ദ്രനോട് പറഞ്ഞ മറുപടികളുണ്ട് KPCC വൈസ് പ്രസിഡന്റ്. അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഞാൻ എന്റെ ഒരു മാന്യത വെച്ച് അതൊന്നും ഞാൻ പുറത്ത് വിടുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടുതൽ താഴെ തട്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. KSUലും യൂത്ത് കോൺഗ്രസിലും മഹിളാ കോൺഗ്രസിലും 3.5 പതിറ്റാണ്ട് കാലത്ത് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗർഭാവസ്ഥയിൽ പോലും 9 മാസക്കാലം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്റെ റോൾ മോഡൽ അന്ന് സിയാൾ ഹുക്കിന്റെ ഭയന്നിട്ട് ഇലക്ഷൻ മറച്ചു വെച്ചത്, ഇലക്ഷൻ അദ്ദേഹത്തെ നേരിടാൻ വേണ്ടി ബേനസീർ ഭൂട്ടോ ഗർഭാവസ്ഥ മറച്ചു വെച്ച് അവർ ഇലക്ഷന് മത്സരിച്ച് ജയിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി അത്തരം ആളുകളെ ആരാധിക്കുന്ന ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളുകളാണ് ഞങ്ങള്. മനസ്സിലായോ? ഒരു സ്ത്രീക്ക് ഉയർന്നു വരണമെങ്കിൽ മെറിറ്റ്, അതിൽ വളരെ കഠിനമായിട്ടുള്ള പ്രയത്നത്തിലൂടെ എത്താവുന്നിടത്ത് എത്തും. ആർക്കും ഇവർക്കൊന്നും തടയാൻ പറ്റില്ല. ഇവര് തടഞ്ഞില്ലേ? യൂത്ത് കമ്മീഷൻ തടഞ്ഞില്ലേ? സജീന്ദ്രനോടൊക്കെ എന്തൊക്കെ പറഞ്ഞല്ലോ. അല്ല, സജീന്ദ്രനെയാണ് KPCC പ്രസിഡന്റ് ഏൽപ്പിച്ചത് എന്റെ കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ സജീന്ദ്രനാണ് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിശബ്ദത പാലിക്കുന്നതിന്റെ മര്യാദകൾ ഒരുപാട് പാലിച്ചിട്ടുണ്ട്. ഇനി എന്റെ തലയിൽ കയറാൻ വരരുത്, അത്ര മാത്രം ഞാൻ പറയുന്നുള്ളൂ. എനിക്കൊന്നും വേണ്ടെന്നേ. ഷാനിമോൾക്ക് പോസ്റ്റ് കിട്ടിക്കോട്ടെ, അതിനവര് മൗനം പാലിച്ചോട്ടെ. ഷാനിമോൾ എനിക്കൊക്കെ വേണ്ടി ഒരുപാട് വാദിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് അവരോടൊക്കെ എനിക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളൂ. നമ്മുടെ സീനിയേഴ്സ് ഒക്കെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലേ, അതുപോലെ എന്നെ പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്ത് നടക്കില്ല. അത് ദൈവം കൂടി തീരുമാനിക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മം നമുക്ക് തിരിച്ചു കിട്ടും, അത് മറക്കരുത്. അത് കാലത്തിന്റെ കാവ്യനീതിയാണത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഇലക്ഷൻ എനിക്ക് സീറ്റ് കിട്ടിയില്ല, ഞാൻ പോയോ? എന്നെ എല്ലാ പാർട്ടിക്കാരും ഇൻവൈറ്റ് ചെയ്തതാണ്, ഞാൻ പോയോ? ഞാൻ TV-യിൽ വിളിച്ചു പറഞ്ഞോ? ദീപ്തിനെ പോലെ ഇവര് വിളിച്ച് അവരെ ഓഫർ ചെയ്ത് ഞാൻ പറഞ്ഞോ? എനിക്ക് എന്റേതായ രാഷ്ട്രീയ മാന്യതകളുണ്ട്. എനിക്ക് പോസ്റ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ എനിക്ക് ഒരാളെ പ്ലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമി ഇപ്പൊ ദീപ്തിയോ മറ്റുള്ളവരോ ഒക്കെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും അവര് പക്ഷെ പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെറിറ്റ് ഉണ്ടാവില്ലേ? അവരുടെ മെറിറ്റ് അവരുടെ ലീഡേഴ്സ് തീരുമാനിക്കട്ടെ. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല അതൊക്കെ തീരുമാനിക്കാം. ഞാനൊരു സാധു. എന്റെ ചുറ്റിനും ഒരുപാട് പാവങ്ങളുണ്ട്. അച്ഛനമ്മമാർ ഉപേക്ഷിച്ച കുട്ടികളുണ്ട്, ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച സ്ത്രീകളുണ്ട്, ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത രോഗികളുണ്ട്, പണിക്ക് പോവാതെ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ചെറിയ കർമ്മ മേഖലയാണ്, അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്നെയൊക്കെ ചവിട്ടി താഴ്ത്തി എന്ന് വിചാരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ചവിട്ടുമ്പോ നിങ്ങൾ താഴാതിരുന്നാ മതി എന്ന്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ല, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ ധൈര്യമുള്ള കുറച്ച് കാര്യങ്ങൾ സിമിയുടെ കയ്യിൽ ഉണ്ട്. അതാണ് സിമിയുടെ ധൈര്യം. സിമി അത് വെച്ചിട്ടാണ് ഇപ്പോ എന്റെ സുതാര്യമായ പൊതുപ്രവർത്തനം. ഇന്ന് രമേശിന്റെ വീട്ടിൽ ചെന്നാൽ രമേശിയുടെ ഭാര്യ ഭക്ഷണം പൊതിഞ്ഞ് തരും കഴിക്കാൻ വേണ്ടി. ട്രെയിനിൽ പോകുമ്പോൾ ലേറ്റ് ആയി പോകുമല്ലോ.
ഉമ്മൻചാണ്ടി സാറിന്റെ വൈഫ് അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് പത്മ ചേച്ചിയും അങ്ങനെയാണ്, കല്യാണിക്കുട്ടി അമ്മ അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ കുടുംബമായിട്ട് അറ്റാച്ച്ഡ് നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളാണ്. അതുകൊണ്ട് എന്നെ കുറിച്ച് ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാളാ. എന്നെ പാർട്ടി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോ അയ്യോ നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞ് നടക്കാൻ എനിക്ക് അതിനുള്ള, ഞാൻ ഇവരെക്കാളൊക്കെ കൂടുതൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അഭിമാനത്തോടു കൂടി എവിടെയും തലയുയർത്തി അതാണ് ഒന്നുകൂടി വിശദീകരിക്കേണ്ടത്. ഇപ്പൊ വി ഡി സതീശനെ പോലെ ഒരാൾ സിമി റോസ്ബെൽ ജോണിനെ അവിടെ എറണാകുളത്തൊന്നും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, വേറെ ആർക്കൊക്കെയോ അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണോ സിമി പറയുന്നത്? അതെ, ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂടി ഞാൻ പറയണം. എനിക്ക് എവിടെയും അഭിമാനത്തോടു കൂടി തലയുയർത്തി. കെ സി വേണുഗോപാൽ ഒരിക്കലും എന്റെ മോൻ്റെ അടുത്ത് പറഞ്ഞു കണ്ടപ്പോഴ്, കാരണം അദ്ദേഹം ഈ കുറ്റി വയറ്റിലിട്ട് ഞാൻ നടക്കുന്ന കാലം മുതൽ കാണുന്നതാണല്ലോ. എന്റെ കല്യാണത്തിന് അദ്ദേഹം വൈഫ് ഉണ്ടായിരുന്നു, എന്റെ പിതാവ് മരിച്ചപ്പോഴും സാജൻ മരിച്ചപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ മോനോട് പറഞ്ഞു, സിബൽ അമ്മയെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കാം എന്ന് അദ്ദേഹം 3 പ്രാവശ്യം പറഞ്ഞു എന്റെ മോനോട്. അതൊരു വലിയ പോസ്റ്റാണ്. അദ്ദേഹം കേരളത്തിലെ എത്ര വനിതാ നേതാക്കളോട് അങ്ങനെ പറയുന്നത് താങ്കളൊന്ന് ആലോചിച്ചാൽ മതി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എവിടെയും ഇന്നും അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കാൻ പറ്റും. അതൊക്കെ തന്നെ ഒരു വലിയ കാര്യമാണ്. ജനങ്ങളുടെ ഒരു നല്ല പിന്തുണയും ഉണ്ട്. അതുകൊണ്ട് 1-2 നേതാക്കന്മാർ എന്നെ ചവിട്ടി താഴ്ത്താൻ നോക്കിയാൽ മറ്റുള്ളവർക്ക് അത് പറ്റില്ലേ? തലയുയർത്തി നടക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം എന്താണ്? അത് അവരോട് ചോദിക്കാം. അവരോട് ചോദിക്കാം. പിടിച്ച് തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഒരു ചൊല്ലുണ്ട്, അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തലവാഴ്ചടക്കുമെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ നിങ്ങൾ എല്ലാ സ്ത്രീവർഗത്തിന് വേണ്ടി വാദിക്കുന്നത് എന്തൊരു സ്ത്രീവർഗത്തിന് വേണ്ടി വാദിക്കുന്നത്? നിങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തകരായ സ്ത്രീകൾക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടിയാൽ അത് മോശമായിട്ട് ഞങ്ങളെപ്പോലെ ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾക്ക് നിങ്ങൾക്ക് മാരാരിക്കുളം സീറ്റും ഒക്കെ കിട്ടിയത് വേറെ രീതിയിലാണ് നിങ്ങളാരും പറഞ്ഞില്ലല്ലോ. അതുപോലെ മറ്റുള്ള സ്ത്രീകളുടെ പ്രവർത്തനത്തിന് ഉമ്മൻചാണ്ടിയുടെ ഭരണം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെയും കൊള്ളയുടെയും ഭരണമാണെന്ന് പറഞ്ഞല്ലോ കേരളത്തിന്റെ പ്രതിപക്ഷം. അന്ന് നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ. അതെന്താ മിണ്ടാതിരുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി അറ്റാക്ക് ചെയ്തപ്പോ ഒന്നും മിണ്ടിയില്ലല്ലോ. എന്താ മിണ്ടാതിരുന്നത്? എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വക്താവായതിനു ശേഷം കൃത്യമായി ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അന്ന് പറഞ്ഞില്ലല്ലോ, ഇന്ന് പറഞ്ഞു. അല്ലാതെ എവിടെയെങ്കിലും പറയേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങള് എനിക്ക് കിട്ടുന്ന പറയുന്നുണ്ട്. അതാണ് അച്ചടക്കം ചെയ്യേണ്ടത്. AICC മെമ്പറായ ഇവർക്ക് പാർട്ടിയിൽ പറയാൻ വേദികളില്ലെന്നാണോ ഇവര് പറയുന്നത്? തെറ്റാണെങ്കിൽ നടപടി എടുക്കേണ്ടത് നിങ്ങൾ എന്താണ് പാർട്ടി തീരുമാനിക്കുക. അത് എന്റെ ജോലിയല്ല. ആർക്കെതിരെ നടപടി എടുക്കുന്നതോ എടുക്കാതിരിക്കുന്നതോ എന്റെ ജോലിയല്ല. അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്, തീരുമാനിക്കേണ്ടതാണ്. റെജി ലൂക്കോസ്, എന്താണ് നടപടിയില്ലാത്തത്? നടപടിയില്ലാത്തതിന്റെ കാരണം വളരെ വ്യക്തമാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഹേമ കമ്മിറ്റിയിൽ പുറത്തുവിട്ടിരിക്കുന്ന തീനാളങ്ങൾ കോൺഗ്രസിലേക്ക് പടർന്നിരിക്കുന്നുള്ളതും ഈ ചർച്ചയിലൂടെ തന്നെ വളരെ വ്യക്തമായിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, കൈരളി ചാനലിലെ ഇന്നത്തെ ഈ ചർച്ച കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കോളിളക്കം ഉണ്ടാക്കും. തന്റെ കാലുപുറനാണെന്ന് വളരെ യങ് ഏജിലെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും തെളിയിച്ചിട്ടുള്ള സിമി റോസ്ബെല്ലിനെ പോലെയുള്ള വളരെ ബഹുമാന്യായ ഒരു വനിതാ നേതാവിനെ കോർണർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം, ഈ കോൺഗ്രസ് പാർട്ടി പിന്നെ എന്ത് സ്ത്രീപക്ഷ ഇവിടെ കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് സ്ത്രീപക്ഷ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? പവർ ഗ്രൂപ്പ് ഈ പാർട്ടിയിലുണ്ടെന്നുള്ളത് ഈ ചർച്ചയിൽ തന്നെ തെളിഞ്ഞില്ലേ? ഈ ചർച്ചയിൽ വളരെ സ്പഷ്ടമായില്ലേ പവർ ഗ്രൂപ്പ് ഈ പാർട്ടിയിലുണ്ടെന്നുള്ളതും? എത്ര മോശമായിട്ടാണ് സിമി റോസ്ബെല്ലിനോട് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ വക്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അസഹിഷ്ണുയായതുകൊണ്ട് ജനാധിപത്യ മര്യാദ കാണിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്നുള്ളവർക്ക് ചാനൽ ഡിബേറ്റിലൊക്കെ സിമി റോസ്ബെൽ എന്ന് പറയുന്ന കേരളത്തിൽ ഞാനൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ അവരെക്കുറിച്ച് വാർത്താ മാധ്യമങ്ങളിൽ എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു. ഞാനൊരു പക്ക ഇടതുപക്ഷക്കാരനാ. പക്ഷേ ഒരു പ്രോമിസിംഗ് നേതാവ് എന്നുള്ള ഒരു ദേശീയ തലത്തിലും സംസ്ഥാനത്തിന് തെളിയിച്ചിട്ടുള്ള കാലിബർ തെളിയിച്ചിട്ടുള്ള നേതാവാണ് സിമി റോസ്ബെൽ. അല്ലാണ്ട് അവർ ഇന്നലെ മിനിഞ്ഞാന്ന് പൊട്ടി വന്ന ഒരാളല്ല. അവരെ കോർണർ ചെയ്താണ് ഈ പാർട്ടി കാണിച്ച ഏറ്റവും നന്ദിയേട്. നാളുകളിൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയാം,
നാളെ കോൺഗ്രസിൽ പൊട്ടിത്തെറികളുണ്ടാവും. അവിടെ അടക്കി പിടിച്ചിരിക്കുന്ന വനിതകൾ അവരുടെ വേദനകളുമായിട്ട് അവർ പുറത്തു വരും. ഒരു തർക്കമില്ല കാര്യത്തിൽ, ഒരു സംശയമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട സിമി റോസ്മൽ പറഞ്ഞു, ഡോക്ടർ ലാൽ അവരോട് ചോദിച്ചു, BD സതീശന് ഭയപ്പെടേണ്ട എന്തെങ്കിലും കാര്യം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, പക്ഷെ തൽക്കാലം ഞാൻ പുറത്തു വിടുന്നില്ല എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വാക്ക് തന്നെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഇപ്പോൾ ഈ പവർ ഗ്രൂപ്പിനെ നയിക്കുന്നവരുടെ മുഖത്തേറ്റൊരു അടിയാണ്. അത് നാളെ കേരളം ചർച്ച ചെയ്യും. അത് ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു ആ ചോദ്യത്തിന് ഡോക്ടർ ലാലിനോട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും പിണറായി വിജയനെയും ഇന്നലെ ഇന്നുമായിട്ട് തേജോവധം ചെയ്തുകൊണ്ടിരുന്നവരോടുള്ളൊരു മറുപടിയാണത്. ഹേമ കമ്മിറ്റിയുടെ പേരിൽ ഇടതുപക്ഷ സർക്കാർ തുറന്നുവിട്ട ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് സ്ത്രീകളെ മുമ്പോട്ട് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചപ്പോൾ അതിനെ പോലും ചലഞ്ച് ചെയ്തുകൊണ്ട് നാണം കെട്ട രീതിയിൽ പ്രതികരിച്ച കേരളത്തിലെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖത്തേറ്റ വലിയൊരു വെളിപ്പെടുത്തലും ഒരു അടിയുമാണ് ഇന്ന് സിമി റോസ്മൽ കൈരളി ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. സിമി റോസ്മൽ എന്ന് പറയുന്ന വനിത കേരളത്തിന് മുമ്പിൽ ഒരു പുതുമുഖമല്ല. വർഷങ്ങളായിട്ട് തന്നെ ഞാൻ തുറന്നു പറയട്ടെ, ഞാനിവിടെ ചർച്ച നേരത്തെ പറഞ്ഞ രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ തന്നെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്രയ്ക്കും പ്രോമിനന്റ് ആയിട്ട്, ഇത്രയ്ക്കും ഫേമസ് ആയി, ഇത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തൊരു വനിതാ പ്രവർത്തക ആ കാലത്ത് കേരളത്തിലില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ചരിത്രം അറിയാവുന്നവർക്കറിയാം, കോൺഗ്രസിനെ നിരീക്ഷിക്കുന്നവർക്കറിയാം. അവരെ പോലെ അക്കാലത്ത് കാലിബർ തെളിയിച്ചിട്ടുള്ള ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സൈമൺ ടെന്നീസായിട്ട് കാലിബർ തെളിയിച്ചുകൊണ്ട് വനിതയില്ല. ഒറ്റക്കാരോട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക, സമയം പോയതുകൊണ്ട്. ഇവരെ കോൺഗ്രസിന് സൈബർ സെൽ വേട്ടയാടും. ഒരു കാര്യം ഞാൻ പറയുന്നു, കേരളത്തിലെ സംസ്കാര സമ്പന്നമായ സ്ത്രീപക്ഷത്തുള്ള സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന വലിയൊരു സമൂഹം അത് സിമി റോസ്മലിനൊപ്പം ഉണ്ടാവും. വലിയൊരു സമൂഹത്തിന്റെ സംരക്ഷണം ഉണ്ടാവും. ഒരു തർക്കമില്ല കാര്യത്തിൽ. കൈരളിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകൾ മുഴുവനും ആ പരിഷ്കൃത കേരളത്തിന് അപമാനമാണ്. ഒരു സംശയമില്ല. അതായത് സിമി റോസ് അല്ല, നിങ്ങൾക്കെതിരെ കമ്മീഷൻ അത്യാവശ്യം ഹേമ കമ്മിറ്റി രഹസ്യമായിട്ടുള്ള മൊഴികൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ അതെല്ലാം അവരുടെ അനുമതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ച ആളുകളുണ്ട് കോൺഗ്രസിൽ. അതിനുവേണ്ടി സമരം നടത്തിയ ആളുകളുണ്ട് കോൺഗ്രസ്. അങ്ങനെയുള്ള ആളുകൾ ഇതാ ഇപ്പോ സിമിയുടെ കയ്യിലുണ്ട് ചില രേഖകൾ, ചില വോയിസ് മെസ്സേജസ് അല്ലെങ്കിൽ ചില ദൃശ്യങ്ങൾ, ഇതൊക്കെ ഉണ്ട്. അത് പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞവര് വരണ്ടേ? ഗായത്രി, രേഖകൾ കൊണ്ടുവരട്ടെ. ഗായത്രി, വെറുതെ വന്ന് ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് പെണ്ണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതല്ല വർഗസ്നേഹം എന്ന് പറയുന്നത്. ഗായത്രിയുടെ വോയിസ് കേൾക്കുന്നില്ലല്ലോ. ഫ്രസ്ട്രേഷനൊക്കെ വാക്കൊക്കെ ചാനലിൽ ഉപയോഗിക്കാതെ മാഡം, ഐ റിക്വസ്റ്റ് യു, ഫ്രസ്ട്രേഷൻ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാതെ, അതൊക്കെ തെറ്റല്ലേ? അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. ഫ്രസ്ട്രേഷൻ എന്നുള്ള വാക്കുകളൊന്നും ഒരു വനിതാ നേതാവിനോട് ഉപയോഗിക്കരുത്. അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ജില്ലയിലെ 2 സ്ത്രീകൾ ഉയർന്നു വരുന്നു, അവർക്ക് ഇന്ന ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് പറയുമ്പോ അവരുടെ ഫ്രസ്ട്രേഷൻ അല്ലേ അതിലുള്ളത്? ഡോക്ടർ ലാൽ, നമ്മളെല്ലാവരും നമ്മളൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് കോൺഗ്രസ് അതിൻ്റെ എല്ലാ പരിശുദ്ധിയോടും കൂടി പ്രതിപക്ഷത്തെങ്കിലും വളരെ ശക്തമായിട്ടുണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നടന്ന ചർച്ചയും ബാക്കിയുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള കോൺഗ്രസ്സുകാരുടെ പൊതു നിലപാടും വളരെ മോശമാണ്. പല ചർച്ചകളിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ദീപാനിൽ കാണിച്ച പോലെ തന്നെ ഇപ്പോൾ റെജി ലൂക്കോസ് സാറാണെങ്കിലും ആരാണെങ്കിലും സംസാരിക്കുമ്പോൾ അവരെയും കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുക, യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ള ഒരു പൊതു നയത്തിലേക്ക് അവർ വന്നിട്ടുണ്ട്. ഒരു കാലത്തും സ്ത്രീയോട് ഒരു സൗഹാർദ്ദപരമായ രീതിയിലേക്ക് കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നില്ല എന്നത് അകത്തും പുറത്തും ഒരുപോലെ തെളിവാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് സ്ത്രീ എന്ന ആത്മബോധമുള്ള, ഞാനല്ല പറഞ്ഞ സിമി റോസ്ബെല്ലാണ് പറഞ്ഞത്, ഞാനത് എടുത്തു പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് സ്ത്രീ എന്നുള്ള നിലയിൽ ആത്മബോധം ഉണ്ടായിരുന്ന എല്ലാ സ്ത്രീകളും, റോസക്കുട്ടി ടീച്ചർ ഉൾപ്പെടെ, പത്മജ ചേച്ചി ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ഇന്ന് മറുഭാഗങ്ങളിലുണ്ട്. അതിൻ്റെ അകത്ത് ഒരാൾക്ക് മാത്രമേ വഴി തെറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു, ബാക്കി എല്ലാവരും ഇടതുപക്ഷത്തുണ്ടെന്ന്. അതുകൊണ്ട് ആ ഒരു സ്ത്രീപക്ഷ നിലപാടുകളിലെങ്കിലും സ്ത്രീയുടെ നില ഗുണകരമാക്കാനുള്ള ഒരു ശ്രമം പൊതുവായിട്ട് ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് ആഗ്രഹിക്കാനുള്ളൂ. പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഈ ചർച്ചയുടെ കൂടെ ഇരുന്നതിലുള്ള എൻ്റെ വളരെ നിരാശ തോന്നുന്നു, വളരെയധികം നിരാശ തോന്നുന്ന ഒരു ചർച്ചയാണ് നമ്മൾ കണ്ടത്. അത് ഇത്തരത്തിലുള്ള സ്ത്രീ വാഗ്വാദങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം സ്ത്രീ എന്ന് പറയുന്ന ഒരു വർഗബോധത്തോടു കൂടിയുള്ള ഒരു മിനിമം സ്നേഹം വേണം. ഒട്ടും ആത്മസംതൃപ്തിയോടുകൂടി അല്ല ഞാനും ഈ ചർച്ച ആങ്കർ ചെയ്തത്. പക്ഷെ നമുക്ക് ഇത് കേൾപ്പിക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കും? ഒരു സ്ത്രീ ഒരു വേദനയുമായിട്ട് വരുമ്പോൾ അവർക്ക് എന്തൊക്കെ അതിനകത്ത് കുറവുകളുണ്ട് എന്ന് പറഞ്ഞാലും ശരി, അവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ശരി, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ സ്ത്രീയെ കേൾപ്പിക്കുക എന്ന് തന്നെയാണ്
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ കിട്ടിയ ആ ഇൻസ്പിറേഷനാണ് ഈ ചർച്ചയിൽ ഒരു ആങ്കറുടെ റോളിൽ ഇന്ന് ഇങ്ങനെ പെർഫോം ചെയ്യാൻ എനിക്ക് തോന്നിയത്. അതിൽ കുറവുകളുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഇന്ന് സിമി റോസ്ബെൽ ജോൺ ഇന്ന് പുറത്തേക്ക് വിട്ട ഈ ഭൂതം, അതിൽ എൻ്റെ സുഹൃത്തുക്കളായ ദീപ്തി മേരി വർഗീസ്, ദീപ അനിൽ ഒക്കെ അതിനകത്ത് അപ്പുറത്തുണ്ട്, സ്ത്രീകളായിട്ടുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയല്ല, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി അടുത്ത ദിവസങ്ങളിൽ പറയുകയാണ് വേണ്ടത്. ഇതിൻ്റെ പേരിൽ വേണമെങ്കിൽ ഈ ചർച്ചകളെയും ഈ പറയുന്ന വാർത്തകളെയും ഒക്കെ ബഹിഷ്കരിക്കാൻ അവർക്കൊക്കെ സാധിച്ചേക്കും. പക്ഷേ എൻ്റെ സുഹൃത്തായ ദീപ്തിയും ദീപയും സിമിയും ഒക്കെ ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഒരു പരിഷ്കരണം ഉണ്ടാക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഇറങ്ങിത്തിരിച്ചു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അവിടെയാണ് ഗായത്രിയും റെജി ലൂക്കോസും ഒക്കെ ചാർത്തിയ ഒരു പിന്തുണ ഞാൻ ഈ ചർച്ചയിൽ കാണുന്നത്. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അടുത്ത ദിവസം എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. വളരെ നന്ദി ഈ ചർച്ചയിൽ ചേർന്ന എല്ലാവർക്കും. നമസ്കാരം.